ഗണഗീതം എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പ് സോങ് ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരു ഗണഗീതവും എനിക്കറിയില്ല, എനിക്കത് പാടാനും അറിയില്ല. അതുപോലെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ പല നേതാക്കന്മാർക്കും ഇത് കാണാതെ പാടാൻ അറിയാം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് മാർക്സിസ്റ്റ് പാർട്ടിയും കണ്ടെത്തേണ്ടതാണ്. അത് ആരുടെ സ്കൂളായിരുന്നാലും, ഏത് മാനേജ്മെൻറ്റ് നടത്തുന്ന സ്കൂളായിരുന്നാലും, ഒരു സ്കൂളിലും മതേതരത്വത്തിന് വെല്ലുവിളിയായുള്ള അല്ലെങ്കിൽ ജനാധിപത്യ മൂല്യങ്ങൾക്ക് വെല്ലുവിളിയായുള്ള ഒരു നടപടിക്രമങ്ങൾ നടത്താൻ അനുവദിക്കുന്ന പ്രശ്നമേ ഇല്ല. വന്ദേ ഭാരതിൽ ഗണഗീതം പാടിയതിൽ അന്വേഷണം പ്രഖ്യാപിച്ച വിദ്യാഭ്യാസ മന്ത്രി ദേശീയ വിദ്യാഭ്യാസ മന്ത്രിക്ക് നിവേദനം നൽകും. കുട്ടികൾ പാടിയത് ദേശഭക്തിഗാനമെന്ന് സ്കൂൾ പ്രിൻസിപ്പാൾ. RSS ഗണഗീതം ദേശഭക്തിഗാനമല്ലെന്ന് VD സതീശൻ. കാവ്യ നിരൂപണവുമായി കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ. പ്രേക്ഷകർക്കും പാനലിസ്റ്റുകൾക്കും സൂപ്പർ പ്രൈം ടൈമിലേക്ക് സ്വാഗതം. നമ്മളോടൊപ്പം അതിഥികൾ ശ്രീ KP ഡിൻഡോ, സരസ്വതി വിദ്യാലയം പ്രിൻസിപ്പൽ, ശ്രീ M ശിവപ്രസാദ്, SFIയുടെ സംസ്ഥാന പ്രസിഡന്റ്, ശ്രീ KP നൌഷാദ് അലി കോൺഗ്രസിൽ നിന്ന്, ശ്രീ TP ജയചന്ദ്ര മാസ്റ്റർ BJPയിൽ നിന്ന്. ശ്രീ ശിവപ്രസാദ് കേൾക്കാമോ? കേൾക്കാം. 2026 നിയമസഭയിലും ഗണഗീതം പാടും എന്നുള്ളതാണ് BJPയുടെ അഭിപ്രായമായി വരുന്നത്. അങ്ങനെയൊന്നും ഉണ്ടാകുമോ? ഇത് അതിന് തുടക്കമാണ് എന്ന പ്രഖ്യാപനമാണ് ഉണ്ടാകുന്നത്. അല്ല, ഇങ്ങനെ എത്രയോ പ്രഖ്യാപനങ്ങൾ കണ്ട നാടാണ് കേരളം. നാം ഒന്ന് വെറുതെ ഓർത്തെടുത്താൽ തന്നെ ആ പ്രഖ്യാപനങ്ങളുടെ പൊള്ളത്തരം കേരളത്തിന് മനസ്സിലാവുന്നതേ ഉള്ളൂ. 2021 നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഈ കേരളത്തിൽ BJP പ്രഖ്യാപിച്ചത് 35 സീറ്റ് നേടി കേരളം ഭരിക്കുന്നതാണ്. നിർഭാഗ്യവശാൽ ആ പ്രഖ്യാപിച്ച BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് ഇപ്പോൾ ആ കസേരയിലില്ല. ആ BJPയുടെ സംസ്ഥാന പ്രസിഡന്റിന് സ്വന്തം കസേര വിട്ടൊഴിയേണ്ടി വന്ന നാടാണ് കേരളമെന്ന് നാം വെറുതെ ഒന്ന് സ്വല്പ ചരിത്രം ഓർത്തെടുത്താൽ നന്നാവും. 35 സീറ്റ് പോയിട്ട് കയ്യിലുണ്ടായിരുന്ന നിയമമണ്ഡലം ആ അക്കൗണ്ട് പൂട്ടിച്ച മുന്നണിയാണ്, ഇടതുപക്ഷമാണ് ഇന്ന് കേരളം ഭരിക്കുന്നത്. അതുകൊണ്ട് ആ ഭീഷണിയും ആ പ്രഖ്യാപനവുമൊക്കെ അവരുടെ രാഷ്ട്രീയ പ്രഖ്യാപനങ്ങളായി മാത്രം നമ്മൾ കണ്ടാൽ മതി. ആ പ്രഖ്യാപനങ്ങൾക്ക് കേരളം യാതൊരു വിലയും കൽപ്പിക്കില്ല. BJPക്ക് വില കൽപ്പിക്കാത്തതുപോലെ തന്നെ ആ പ്രഖ്യാപനത്തിനും രാഷ്ട്രീയ കേരളം വില നൽകാതെ തള്ളിക്കളയും എന്ന കാര്യത്തിൽ ഒരു സംശയം നമുക്ക് വേണ്ടതില്ല. ഇവിടുത്തെ വിഷയം നമ്മുടെ ഗണഗീതം തന്നെയാണ്. ഹലോ, പറയൂ. കേൾക്കുന്നില്ലേ? നമ്മുടെ വിഷയം ഗണഗീതമാണല്ലോ. നമ്മൾ നോക്കൂ, കേരളത്തെ എങ്ങനെയാണ് ഇവർ രാഷ്ട്രീയമായി കൈപ്പിടിയിൽ ഒതുക്കാൻ നോക്കുന്നത് നാം കൃത്യമായി പരിശോധിക്കും. ഈ അടുത്ത കാലത്ത് BJPയുടെ പല പ്രസ്താവനകൾ, പല പദ്ധതികൾ, പല പരിപാടികൾ യഥാർത്ഥത്തിൽ BJP ഒരു വഴിക്കുകൂടി RSSൻ്റെ രാഷ്ട്രീയം കടത്തിവിടുകയും മറുവശത്തുകൂടി RSSൻ്റെ രാഷ്ട്രീയം മാറ്റിവെച്ചിടപെടുകയും ചെയ്യുന്ന രീതിയാണ് കേരളത്തിൽ നമുക്ക് കാണാൻ കഴിയും. ആ രീതിയെ നമ്മൾ സൂക്ഷ്മമായി പരിശോധിച്ചാൽ കേരളത്തിനകത്ത് ഒരു വശത്തുകൂടി ഇത്തരം പരിപാടികളിൽ RSSൻ്റെ പ്രത്യക്ഷമായ നിലപാട് കൈക്കൊള്ളുകയും എന്നാൽ ചില സ്ഥലങ്ങളിൽ RSSൻ്റെ ഈ പ്രത്യക്ഷമായ നിലപാടിനെ മാറ്റിവെച്ചിടപെടുകയും ചെയ്യുന്ന BJP കാണാൻ കഴിയും. ഇപ്പോൾ നാം ഉയർത്തേണ്ട ഒരു പ്രശ്നം എന്താ? ഇപ്പോൾ ഗണഗീതം RSSൻ്റെ പാട്ടാണ്. RSSൻ്റെ ശാഖകൾ അവർ കാലങ്ങളായി പിന്തുടർന്നു വരുന്ന ആലപിക്കുന്ന ഒരു ഗാനമാണ്. ഈ ഗണഗീതം സ്വാഭാവികമായി കേരളത്തിൽ മലയാളത്തിലൊരു ഗണഗീതമുണ്ട്. ഗണഗീതങ്ങളാണ് പല നിലയിലാണ്. ഇപ്പോൾ ഹിന്ദിയിൽ, സംസ്കൃതത്തിലൊരു ഗണഗീതമുണ്ട്, ഹിന്ദിയിലുണ്ട്, അങ്ങനെ പല ഭാഷകളുണ്ട്. കേരളത്തിലെ ഗണഗീതം അവരുടെ ശാഖയിൽ പാടുന്നു. അവരുടെ ശാഖയിൽ അവരുടെ രാഷ്ട്രീയ പരിപാടിയിൽ ഗണഗീതം പാടുന്നതിനോട് രാഷ്ട്രീയ വിയോജിപ്പോ രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസമൊന്നും പ്രകടിപ്പിക്കേണ്ട ആവശ്യം കേരളത്തിലെ ഇടതുപക്ഷത്തിനില്ല. പക്ഷേ പൊതുപരിപാടിയിലേക്ക് ഇതെങ്ങനെയാണ് കടന്നു വരുന്നത്? ആ പൊതുപരിപാടിയിലേക്ക് കടന്നു വരുമ്പോൾ തന്നെ ആ പൊതുപരിപാടിയുടെ ഭാഗമാക്കി ഇവർ ക്ഷണിക്കുന്ന കുട്ടികളെ കൊണ്ട് ഇവരെന്തിനു ചെയ്യുന്നു? കുട്ടികളെ രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടി ഇവരെന്തിനാണ് ഉപയോഗിക്കുന്നത്? പ്രത്യക്ഷമായി രാഷ്ട്രീയം പറഞ്ഞ് രാഷ്ട്രീയ പ്രവർത്തനം നടത്തി കേരളത്തിൽ ആശയപരമായി മുന്നേറാൻ കഴിയില്ല എന്ന തിരിച്ചറിവാണോ കേരളത്തിലെ BJPയെ കൊണ്ട് ഇങ്ങനെ കുതന്ത്രങ്ങളിലൂടെ, ഇങ്ങനെ കുറുക്കുവഴികളിലൂടെ അവർ രാഷ്ട്രീയത്തെ കടത്താൻ ശ്രമിക്കുന്നു? അവർ വ്യക്തമാക്കേണ്ട കാര്യമാണ്. അപ്പോൾ അവർ ഇത്രയും നാൾ നടത്തിയ രാഷ്ട്രീയ പ്രവർത്തനം കേരളത്തിൽ പരാജയപ്പെട്ടു, അതുകൊണ്ട് ഇനി മറ്റ് പല വഴികളിലൂടെ ഞങ്ങൾ കേരളത്തെ പിടിക്കാൻ ശ്രമിക്കുകയാണ്. ഇതാണ് അവരുടെ തന്ത്രമെങ്കിൽ അവർ തുറന്നു പറഞ്ഞാൽ മതി. അപ്പോൾ ആ തന്ത്രത്തിന് പക്ഷേ കുട്ടികൾ ഉപയോഗിക്കാൻ പാടുണ്ടോ? ഏത് കുട്ടികൾ? ആ സ്കൂൾ കുട്ടികൾ ഉപയോഗിക്കുകയാണ്. ആ സ്കൂൾ കുട്ടികൾ ഉപയോഗിക്കുന്ന പരിപാടി ഏതാണ്? വളരെ ഔദ്യോഗികമായി സംഘടിപ്പിക്കപ്പെടേണ്ട കേന്ദ്ര ഗവൺമെൻറ് പരിപാടിയാണ്. ഇപ്പോൾ കേരളത്തിനകത്ത് എത്രയോ സംസ്ഥാന ഗവൺമെൻറ് പരിപാടി നടക്കും, തദ്ദേശ സ്ഥാപനങ്ങളുടെ പരിപാടി നടക്കും. ഇങ്ങനെ ഓരോ രാഷ്ട്രീയ പാർട്ടിയും കേരളത്തിനകത്ത് തുടങ്ങിയാൽ എന്താവും സ്ഥിതി? ഇവർ പറയുന്നത് എന്താ? ദേശഭക്തി ഗാനമാണ് ഗണഗീതമെന്ന്. ഞാനൊരു വിദ്യാർത്ഥിയാണ്, കേരളത്തിനകത്ത് ഒട്ടേറെ വിദ്യാർത്ഥികൾ പഠിക്കുന്നുണ്ട്. കേരളത്തിനകത്ത് എപ്പോഴാണ് ദേശഭക്തി ഗാനമായി ഈ ഗണഗീതം അംഗീകരിക്കപ്പെട്ടിട്ടുള്ളത്? നിങ്ങളുടെ ശ്രദ്ധയിലുണ്ടോ? കേരളത്തിനകത്ത് ആരുടെയെങ്കിലും ശ്രദ്ധയിലുണ്ടോ?
ഇത് RSSന്റെ ഗീതമാണ്. ഇത് RSSന്റെ ഗീതമാണെന്ന് പറയാൻ എന്തേ RSS മടിക്കുന്നത്? അപ്പോൾ RSSന്റെ ഗീതമാണെന്ന് പറയാൻ RSSന് തന്നെ സംശയവും അതോടൊപ്പം തന്നെ ആശങ്കയും അപ്പോൾ നാണക്കേടും ഉണ്ടാകുന്നുണ്ടോ? അത് RSS ആണ് പറയേണ്ടത്. RSS പറയുന്നത് ഇത് ദേശഭക്തി ഗാനമാണെന്നാണ്. ഞങ്ങളുടെയൊക്കെ അറിവിൽ, കേരളത്തിൻ്റെ അറിവിൽ, വിദ്യാർത്ഥികളുടെ അറിവിൽ ഇത് RSSന്റെ ശാഖയിൽ പാടുന്ന പാട്ടാണ്. RSSന്റെ ശാഖയിൽ പാടുന്ന പാട്ട് കേന്ദ്ര ഗവൺമെന്റ് പരിപാടിയിലാണോ പാടേണ്ടത്? അത് വിദ്യാർത്ഥികളെ കൊണ്ടാണോ പാടിപ്പിക്കേണ്ടത്? അവർക്ക് അവരുടേതായ വേദികളില്ലേ? കേരളത്തിലെ തദ്ദേശ സ്ഥാപനങ്ങളും കേരളത്തിലെ ഗവൺമെൻറ്റും ഈ രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ ഇങ്ങനെ സ്വന്തം രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായ ഗാനങ്ങൾ പൊതുപരിപാടിയിലേക്ക് വലിച്ചെടുത്താൽ എന്താവും ഈ കേരളത്തിൻ്റെ സ്ഥിതി? അങ്ങനെ കേരളത്തിൽ മുമ്പ് അങ്ങനെ ചരിത്രം ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടോ? ഒന്നുമില്ലല്ലോ. നമ്മളൊക്കെ രാഷ്ട്രീയ വേദിയിൽ കാണിക്കുന്നൊരു മര്യാദയില്ലേ? ആശയപ്രചരണത്തിന് രാഷ്ട്രീയ പാർട്ടിയുടെ വഴിയും ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങൾ പൊതുവായ ജനങ്ങളുടെ പ്രവർത്തനമല്ലേ? എല്ലാവരുടെയും ഗവൺമെൻറ് അല്ലേ? RSSന്റെ ഈ ഗാനത്തോട്, RSSന്റെ ഈ പാട്ടിനോട് ഇഷ്ടമില്ലാത്തവരും കേരളത്തിലില്ലേ? അതിനോട് രാഷ്ട്രീയമായി വിയോജിക്കുന്നവർ കേരളത്തിലില്ലേ? രാജ്യത്തില്ലേ? ആ രാഷ്ട്രീയ വിയോജികൾക്ക് എന്ത് പ്രസക്തിയാണ് BJP കൊടുക്കുന്നത്? ഔദ്യോഗിക പരിപാടികളിലേക്ക് RSSന്റെ ഗണഗീതം വലിച്ചിഴച്ചു എന്നുള്ളതാണ് CPMന്റെ വിമർശനം. അത് വിമർശനാത്മകമായി തന്നെ കാണുകയും നേരിടുകയും ചെയ്യും എന്നുള്ളതാണ് CPMന്റെ എല്ലാ ഹാൻഡിലുകളിൽ നിന്നും, എല്ലാ നേതാക്കളിൽ നിന്നും വരുന്ന പ്രതികരണം എന്ന് പറയുന്നതും. ശ്രീ TP ജയേന്ദ്ര മാസ്റ്റർ, ഇത് RSSന്റെ ഗണഗീതമാണ് എന്ന് പറയുന്നതിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഇതെങ്ങനെയാണ് ഒരു സുപ്രഭാതത്തിൽ ദേശഭക്തി ഗാനം മാത്രമായത്? നിങ്ങൾക്കത് RSSന്റെ ഗാനമാണ് എന്ന് പറയുന്നതിൽ എന്തെങ്കിലും നാണക്കേടോ ബുദ്ധിമുട്ടോ ഉണ്ടോ എന്നുള്ളതാണ് ചോദ്യം. അല്ല, RSSന്റെയും ഭാരതീയ ജനതാ പാർട്ടിയുടെയും വാക്കുകൾ പറയാൻ ഇവിടെ CPMന്റെ ആളുകളെ ചുമതലപ്പെടുത്തിയിട്ടില്ലല്ലോ മാധവ്. വളരെ കൃത്യമായിട്ട് ഒരു അഭിമാനക്ഷതവുമില്ലാതെ ഞങ്ങൾ തുറന്നു പറയും. ഇതിലെന്താ തർക്കം? എൻ്റെ തിരിച്ചുള്ള ചോദ്യം, ഇതിൽ ഈ CPMകാരെയും കോൺഗ്രസ്സുകാരെയും താങ്കളെപ്പോലുള്ള ആളുകളെയും വിഷമിപ്പിക്കുന്ന വരി ഏതാണ്? ഈ രാജ്യത്തുള്ള ഏതെങ്കിലും ഒരു പൗരനെയോ രാഷ്ട്രീയ പാർട്ടിയെയോ മതസാമുദായിക സംഘടനകളെയോ ഭാഷാ സംസ്ഥാനങ്ങളെയോ ഒരാളെ വേദനിപ്പിക്കുന്ന ഏതെങ്കിലും ഒരു വരി മാധു ഇതിൽ ഏതാണ് ഉള്ളത്? എന്തിനാണ് ഇവരിങ്ങനെ നെഗളിക്കുന്നത്? ഏത് വരിയാണ് ഇവർക്ക് അസ്വസ്ഥമുണ്ടാക്കുന്നത്? ഒന്ന് തുറന്നു പറയുക. അവർ പകരം ഈ രാജ്യത്തെ ട്രെയിനിൽ കയറുന്ന ആളുകൾ പാട്ടുപാടാൻ CPMന്റെ ആഫീസിലും കോൺഗ്രസിൻ്റെ ആഫീസിലും ഒക്കെ മുൻകൂർ അനുമതി തേടിയിട്ട് വേണം പാട്ടുപാടാൻ? ഞങ്ങളെ സംബന്ധിച്ച് മാധു ഒരു കാര്യം തുറന്നു പറയും. ഈ രാജ്യത്തെ, രാഷ്ട്രത്തെ ഒരുമിപ്പിക്കുന്ന, രാജ്യത്തിൻ്റെ രാജ്യസ്നേഹം തുളുമ്പുന്ന വഴികൾ എവിടെ നിന്നായാലും അത് സ്വീകരിക്കും. എൻ്റെ CPMന്റെ പ്രതിനിധിക്ക് അറിയോ? ONVയെ കുറിച്ച് നിങ്ങൾക്കറിയോ സർ? 1962 നിങ്ങൾ NGO അസോസിയേഷന്റെ തുടക്കത്തിലെ ആണെങ്കിൽ പോലും എനിക്ക് അങ്ങയുടെ ഇടപെടുന്നതിൽ ബുദ്ധിമുട്ടുണ്ട് എങ്കിൽ പോലും ഞാൻ ചോദിക്കുന്നത്, ഇതിന്റെ ഇപ്പോൾ കേന്ദ്രമന്ത്രി ജോർജ് കുര്യനോട് ഈ ചോദ്യം ചോദിച്ചപ്പോൾ അദ്ദേഹം നമ്മൾ പഴയ ഈ പാഠപുസ്തകത്തിൽ പഠിക്കുന്ന കവിത പോലെ ഓരോ വരിയും എടുത്തു വെച്ച് അതിന്റെ അർത്ഥം പറയുകയാണ് ചെയ്യുന്നത്. അത് കാവ്യഭാവന നിറഞ്ഞ വരികളാണോ? അത് ഭക്തി നിറഞ്ഞ വരികളാണോ? അത് ഈ പറയുന്ന രാജ്യസ്നേഹം നിറഞ്ഞ വരികളാണോ എന്നൊന്നുമല്ല ഞാൻ ചോദിച്ചത്. അങ്ങയെപ്പോലുള്ളവർ എന്ന് പറയുമ്പോൾ ഞാൻ ഒരു വാക്കുപോലും ഇതിൽ എൻ്റെ ഒരു കമൻറ്റ് ഇതുവരെ ചേർത്ത് പറഞ്ഞിട്ടില്ല എന്നത് ഞാൻ അങ്ങയോട് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ ചോദ്യം എന്ന് പറയുന്നത്, ശിവപ്രസാദ് ചോദിച്ച ചോദ്യം ഞാൻ അങ്ങയിലേക്ക് തരികയാണ് ചെയ്തത്. ഇത് RSSന്റെ ഗണഗീതമാണോ അല്ലയോ? ഇപ്പോൾ ജോർജ് കുര്യൻ പറഞ്ഞു ഞാനൊരു ശാഖയിലും പോയിട്ടില്ല, എനിക്കൊരു ഗണഗീതവും അറിയില്ല എന്ന്. അപ്പോൾ സ്വാഭാവികമായിട്ടും എനിക്കറിയേണ്ടതിൻ്റെ ആവശ്യകതയില്ല. ഞാൻ കേട്ടിട്ടുള്ളത് ഇത് ഗണഗീതമാണ് എന്നുള്ളതാണ്. അങ്ങ് ഔദ്യോഗികമായി പറയാൻ കഴിയുന്ന, ആധികാരികമായി പറയാൻ കഴിയുന്ന ഒരാളാണ്. ഇത് RSSന്റെ ഗണഗീതമാണോ അല്ലയോ? ആണെന്ന കാര്യത്തിൽ എന്തിനാ മാധു നിങ്ങൾക്കൊരു തർക്കം? ആരെങ്കിലും നിഷേധിച്ചിട്ടുണ്ടോ? എന്തിനാ ഈ ചോദ്യം? മറിച്ച് എന്നെ അത്ഭുതപ്പെടുത്തുന്നത്, എന്ന CPM പ്രതിനിധിയെക്കുറിച്ച് എന്നെ അത്ഭുതപ്പെടുത്തുന്നു മാധു. ഇന്ന് 2 കുട്ടികൾ ഒരു അപൂർണമായ കെട്ടിടത്തിൻ്റെ ചുമരിടിഞ്ഞു വീണ ദിവസമാണ്. ഡോക്ടർമാർ ഒരു പാവം സ്ത്രീയെ ചികിത്സാ പിഴവ് കൊണ്ട് കൊന്ന ദിവസമാണ്. ഇന്നത്തെ ദിവസം കേരളത്തിലെ ഏതോ ഒരു ചാനൽ തുടക്കം കുറിച്ച് നിങ്ങൾ ഈ വിഷയം എടുക്കുന്നതിന്റെ സാങ്കത്യത്തെ കുറിച്ചാണ് എനിക്കുള്ള സംശയം. അല്ല, ആ വിഷയമൊക്കെ കൃത്യമായി BJPയുടെ മീഡിയ സെല്ലിനെ അറിയിച്ചതിന് ശേഷമാണ് അങ്ങേ വളരെ ബഹുമാന പുരസ്സരം ചർച്ചയ്ക്ക് വിളിച്ചത്. അങ്ങേക്ക് ഈ ദിവസം ആ വിഷയത്തിൽ ചർച്ചയ്ക്ക് കഴിയില്ല എന്ന് പറയാനുള്ള എല്ലാ ജനാധിപത്യ അവകാശങ്ങളും ഉണ്ടായിരുന്നു. ഈ വിഷയം ചർച്ച ചെയ്യാനാണ് അങ്ങ് വന്നതും ഞാൻ ക്ഷണിച്ചത്. ഈ വിഷയം ചർച്ച ചെയ്യാനാണ് ഞാൻ അങ്ങേ ക്ഷണിച്ചതും അങ്ങ് വന്നതും. ഞാൻ പറയാത്തത് പറയരുത്. ശരി ശരി, ഞാൻ പറയാം. ഞാൻ അത് തന്നെയാ പറയുന്നത് മാധു. ഇനി എൻ്റെ CPMന്റെ പ്രതിനിധി കേൾക്കേണ്ടത് നോക്കൂ. ഈ കഴിഞ്ഞ ഒക്ടോബർ 29 നോക്കണേ നിങ്ങൾ, കൂത്താട്ടുകുളം മണ്ഡലം വിജയദശമിയിൽ വടകര സെന്റ് യാക്കോബ സഭയിലെ പള്ളി വികാരി അദ്ദേഹം പറയുന്നു ഞാനൊരു CPM പ്രവർത്തകനാണ്, ഫാദർ പോൾ തോമസ്. ഇതേ പാട്ട് മാധു അദ്ദേഹം പാടി. CPM ആണ് ഞാനെന്ന് പറയുന്ന
ഈ രാജ്യത്തെ ഭാരതാംബയുടെ മക്കൾ ഒരുമിച്ച് കഴിയണമെന്നും അനീതിക്കെതിരെ പോരാടാൻ നമ്മൾ ഒരുമിക്കണമെന്നുള്ള സന്ദേശം നൽകുന്ന പാട്ട് പാടണം എന്നവർ കൃത്യമായിട്ട് പറഞ്ഞു. 2023 വന്ദേ ഭാരത് എക്സ്പ്രസ് കേരളത്തിൽ പാടിയപ്പോഴും ഞാൻ മനസ്സിലാക്കുന്നത് ആ ബോഗിക്കകത്തിരുന്ന് ഇതേ പാട്ട് പാടി. ശരി, ഈ ചർച്ച ചെയ്യുന്നതിന് ഒരു വിഷമോ ഇല്ല. മാത്രമല്ല ഇനി ഞാൻ അങ്ങോട്ട് കാര്യം ചോദിക്കട്ടെ. ഞാൻ ശിവപ്രസാദ് ആരോപണം ഉന്നയിച്ചപ്പോൾ അത് ആർഎസ്എസിന്റെ ഗണഗീതമാണെന്ന് അറിയാതെയല്ല ഞാൻ അങ്ങയോട് അത് ഗണഗീതമാണോ എന്ന് ചോദിച്ചത്. ഇപ്പോ കേന്ദ്രമന്ത്രി ജോർജ് കുര്യനോട് അത് ചോദിച്ചപ്പോൾ അദ്ദേഹം അത് ദേശഭക്തി ഗാനമാണ് എന്ന് പറഞ്ഞ് അതിന്റെ പല കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ അങ്ങയോട് അത് ഗണഗീതമാണോ എന്ന് ആവർത്തിച്ച് ചോദിക്കാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത്, വന്ദേ ഭാരതിന്റെ ഉദ്ഘാടനം ആർഎസ്എസിന്റെ പരിപാടിയോ ബിജെപിയുടെ പരിപാടിയോ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ രാഷ്ട്രീയ പരിപാടിയോ അല്ല. അത് ഒരു ഔദ്യോഗിക സ്വഭാവമുള്ള കേന്ദ്ര സർക്കാരിന്റെയും സംസ്ഥാന സർക്കാരിന്റെയും സംയുക്തമായ ഉത്തരവാദിത്വത്തോടു കൂടി നടക്കുന്ന ഒരു ഔദ്യോഗിക പരിപാടിയാണ്. ഔദ്യോഗിക പരിപാടിയിൽ ആർഎസ്എസിന്റെ ഗണഗീതം പാടുന്നതിൽ അനൗചിത്യമുണ്ടോ ഇല്ലയോ? അല്ല, ഞാൻ അതിനിടയ്ക്ക് ഒന്ന് പറഞ്ഞപ്പോൾ മാധു ഇടയ്ക്ക് കയറി പറഞ്ഞു. ഞാനത് മാതൃഭൂമിയെ പോലെയുള്ള മാധ്യമങ്ങളെ ശ്ലാഘിക്കുകയാണ്. കാരണം ഏതോ ഒരു ബോഗിയിൽ ആരോ നാലാൾ കേട്ട് അസ്തമിച്ചു പോകാമായിരുന്ന ഒരു പാട്ട് ഇന്ന് കേരളത്തിൽ ഏറ്റവും വൈറലാവുകയും കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുകയും ചെയ്തതിൽ ഞാൻ നിങ്ങളെ ശ്ലാഘിക്കുകയാണ്. ഇനി നിങ്ങൾ ചോദിച്ച ചോദ്യം, വന്ദേ ഭാരതിലെ ഏത് ഔദ്യോഗിക പരിപാടിയിൽ ആര് ക്ഷണിച്ചിട്ടാണ് ഈ പാട്ട് പാടിയത് മാധു ഒന്ന് വ്യക്തമാക്കൂ. അതിന്റെ പ്രോഗ്രാം ലിസ്റ്റിൽ ഈ പാട്ടുണ്ടോ? ഗവൺമെന്റിന്റെ പുറത്തുവിട്ട കടലാസിലുണ്ടോ? എങ്ങനെയാണ് മാധു ഇത് ഔദ്യോഗിക പരിപാടിയിലെ പാട്ടാണെന്ന് ഈ ചാനലിൽ വന്ന് പറയുന്നത്? അല്ല, എറണാകുളം ബംഗളൂരു വന്ദേ ഭാരതിന്റെ ഉദ്ഘാടന ചടങ്ങുമായി ബന്ധപ്പെട്ട് സ്കൂൾ കുട്ടികൾക്ക് അതിന്റെ യാത്രാ സൗകര്യം അനുഭവവേദ്യമാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ക്ഷണിച്ചതിന് പേരിലാണ് ആ കുഞ്ഞുങ്ങൾ അവിടെ വന്നത്. അവർ ഒത്തുകൂടി സന്തോഷം പങ്കുവെക്കാൻ വേണ്ടി ഒരുമിച്ചൊരു പാട്ട് പാടിയപ്പോൾ അത് ഗണഗീതമായി പോയി എന്നുള്ളതാണ് ഈ പറയുന്ന വിശദീകരണമായി ചിലയിടങ്ങളിൽ വന്നത്. അവരോടൊപ്പം ഉണ്ടായിരുന്ന അധ്യാപകരും ആ കുട്ടികളും അടക്കം എല്ലാവർക്കും അറിയാവുന്ന ആ പാട്ട്, അതിലൊന്നും യാതൊരു അസ്വാഭാവികതയുമില്ല. എല്ലാവർക്കും ഒരു വിദ്യാലയത്തിൽ പഠിക്കുന്ന എല്ലാ കുട്ടികൾക്കും അറിയാവുന്ന അധ്യാപകരടക്കം ഒരുമിച്ച് ചൊല്ലുന്ന ഒരു പാട്ട്. അത് ക്ഷണിക്കപ്പെട്ട അതിഥികൾ പാടുകയും ഇവിടെ റെയിൽവേ അത് പങ്കുവെക്കുകയും ചെയ്യുന്നു. അതോടുകൂടി അതിനൊരു ഔദ്യോഗിക സ്വഭാവം ഉണ്ടാവുകയാണ്. ഔദ്യോഗിക പരിപാടിയിൽ പാടിയതാണ് എന്ന് മാധുവിന് അഭിപ്രായമില്ല. എറണാകുളം ബംഗളൂരു വന്ദേ ഭാരതിന്റെ ഉദ്ഘാടനം ഔദ്യോഗിക പരിപാടിയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവിടെ ഈ പാട്ട് അരങ്ങേറുകയും അത് റെയിൽവേ ഔദ്യോഗിക പേജിൽ പങ്കുവെക്കുകയും ചെയ്യുമ്പോൾ ഔദ്യോഗിക പരിപാടി അല്ലെങ്കിൽ ഒളിച്ചുകടത്തലാണ് എന്ന് പറയേണ്ടി വരും. മാധുവിന് അങ്ങനെ പറയാനുള്ള എല്ലാ സ്വാതന്ത്ര്യവും ഞാൻ അനുവദിച്ചു തരും. പക്ഷെ എൻ്റെ വാക്കുകൾ കൂടി പറയാനും കേൾക്കാനും നിങ്ങളൊന്ന് സന്മനസ് കാണിക്കണം. ഞാൻ മനസ്സിലാക്കുന്നത് 4 വന്ദേ ഭാരത് എക്സ്പ്രസ്സുകൾ ഇന്ത്യൻ പ്രധാനമന്ത്രി ഔദ്യോഗികമായി ഓൺലൈനായിട്ട് ഫ്ലാഗ് ഓഫ് ചെയ്തതോടുകൂടി ഉദ്ഘാടന പരിപാടി കഴിഞ്ഞു. അത്തരത്തിൽ ഫ്ലാഗ് ഓഫ് ചെയ്ത വാഹനത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട അതിഥികൾക്ക് യാത്ര ചെയ്യാനും അത് അനുഭവവേദ്യമാക്കാനുള്ള അവസരം നൽകാറുണ്ട്. അതിനകത്ത് മാധ്യമപ്രവർത്തകരുമുണ്ട്. ഈ മാധ്യമപ്രവർത്തകരിൽ ഒരു പ്രാദേശിക മാധ്യമപ്രവർത്തകൻ ആ റൂട്ടുകളിൽ ചെന്ന് പലരോടും അഭിപ്രായം ചോദിച്ച കൂട്ടത്തിൽ ഈ കുട്ടികളെ കണ്ട് ഏതാണ്ട് 20ഓളം സ്കൂളുകൾക്ക് അവസരം ഉണ്ടായിരുന്നു. അവിടെ ഏറ്റവും നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു വിദ്യാലയമാണ്. ആ കുട്ടികളോട് ഒരു പാട്ട് പാടാൻ പറഞ്ഞു. അവർ വന്ദേ മാതരം പാട്ട് പാടി. അപ്പം ആ ജയകോം പറഞ്ഞു ഒരു മലയാളം പാട്ട് പാടൂ. അപ്പൊ കുട്ടികളുടെ നാവിൽ വന്ന ഒരു പാട്ട് പാടി. ഇനി എൻ്റെ മാധു ഈ പാട്ട് പാടിയപ്പോൾ എന്താ ഒരു കുഴപ്പം? ഇത് നിരോധിച്ച പാട്ടാണോ? ഇതിനകത്ത് ആരെയെങ്കിലും അസ്പൃശ്യത കൽപ്പിക്കുന്ന ഏതെങ്കിലും വരികളുണ്ടോ? എന്താണ് 2023 ചർച്ചയാവാത്ത പാട്ട് ഇപ്പം ചർച്ചയാകുന്നത്? ഇനി ഇത്തരമൊരു പാട്ട് പാടുന്നവരുടെ പേരിൽ എന്ത് നടപടിയാണ് എടുക്കാൻ പോകുന്നത്? ശിവൻകുട്ടി പറയുന്നു കേട്ടു, ഞാൻ അദ്ദേഹം വന്ന് എന്തൊക്കെയോ ചെയ്തുകൾ. എന്ത് ചെയ്യാനാ മാധു ഒരു പാട്ട് പാടിയ കുട്ടികളെ? എന്താ ഇവർ ചെയ്യാൻ പോകുന്നത്? ഈ രാജ്യത്ത് ഭക്ഷണത്തിന് വേണ്ടിയും വസ്ത്രത്തിന് വേണ്ടിയും ഒക്കെ സ്വാതന്ത്ര്യം പറയുന്ന നാട്ടിൽ ഒരു കുട്ടിക്ക് ഒരു പാട്ട് പാടാനുള്ള സ്വാതന്ത്ര്യമില്ലേ? അല്ല, ഒരു കുട്ടി ഒരു പാട്ട് സ്വാഭാവികമായി പാടുന്നു, അത് ആരോ എടുത്ത് പോസ്റ്റ് ചെയ്യുന്നു, അത് ഇന്ത്യൻ റെയിൽവേ എടുത്ത് പോസ്റ്റ് ചെയ്യുന്നു എന്നൊക്കെ പറയുമ്പോൾ മറ്റുള്ളവരെല്ലാവരും സ്വബുദ്ധി ഇല്ലാത്തവരും ഇതൊക്കെ അങ്ങനെ തന്നെ വിഴുങ്ങുന്നു. എന്തുകൊണ്ടാണ് നിങ്ങൾക്കത് ഞങ്ങൾ പാടിച്ചതാണ്? ഇപ്പം അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ ഇതിന്റെ പശ്ചാത്തലത്തിൽ പറയുന്നത് ഗണഗീതം ഇനിയും പാടും, 2026 കേരള നിയമസഭയിലും പാടും, ഞങ്ങൾ പാടിച്ചതാണ് എന്ന് നിങ്ങൾക്ക് പറയാൻ ബുദ്ധിമുട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഈ പശ്ചാത്തലത്തിൽ പക്ഷെ നിങ്ങൾക്ക് ഈ പറയുന്ന അതാ ഗണഗീതമാണ്, അത് പാടിയിരിക്കുന്നു, അത് ഇനിയും പാടും, അത് നിയമസഭയിലും പാടും എന്ന് ചിലർ പറയുന്നു. അത് ഗണഗീതം അറിയാതെ പാടിപ്പോയതാണ്, അതപ്പോൾ ആരൊക്കെയോ എടുത്ത് പങ്കുവെച്ചതാണ്. ഇന്ത്യൻ റെയിൽവേ ഞങ്ങളൊക്കെ റെയിൽവേ കൂട്ടുകാരൊക്കെ ട്രെയിനിൽ പോകുന്ന സമയത്ത് പാട്ട് പാടാറുണ്ട്. പക്ഷെ അതൊന്നും റെയിൽവേ പങ്കുവെച്ച് ഇതുവരെ കണ്ടിട്ടില്ല. കൃത്യമായി ഒരൊറ്റ ഫ്രെയിമാണ് ഇതുവരെല്ലാവരും പങ്കുവെക്കുന്നത്. ആ ഒരൊറ്റ ഫ്രെയിം കൃത്യമായി എടുത്ത് റെയിൽവേ അത് പോസ്റ്റ് ചെയ്യുന്നു, പിന്നീട് അത് പിൻവലിക്കുന്നു, പിന്നീട് അത് റീപോസ്റ്റ് ചെയ്യുന്നു. ഇതൊക്കെ വളരെ സ്വാഭാവികമായി സംഭവിച്ചതാണെന്ന് നിങ്ങൾ പറഞ്ഞാൽ ഞങ്ങൾ അത് വിഴുങ്ങിക്കോണം. ശരി, ഞാൻ അങ്ങേലേക്ക് വരാം.
ശ്രീ കെ പി നൗഷാദ്, ഞാൻ ശ്രീ നൗഷാദിലേക്ക് വരാം. അതിനു മുൻപ് പറയട്ടെ, ഈ പാട്ട് പാടിയതിൽ അശേഷം മാനസിക പ്രയാസമോ ജാള്യതയോ ഞങ്ങൾക്കില്ല മാധു. ഈ പാട്ട് ഇതുപോലുള്ള പാട്ടുകൾ ഈ RSSന്റെ ഗണഗീതം പാടുന്നതിൽ നിങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള ഈ പറയുന്ന എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകേണ്ടതിന് ആവശ്യകതയില്ല. നിങ്ങൾ അത് എല്ലാ ശാഖാ ദിവസങ്ങളിലും പാടുന്നതാണ്. പല പാട്ടുകളായിരിക്കാം, പക്ഷെ പാടുന്നതാണ്. നിങ്ങൾക്ക് യാതൊരു പ്രശ്നവും ഉണ്ടായിരിക്കില്ല. പക്ഷെ ഔദ്യോഗിക പരിപാടിയിൽ ആ തരത്തിൽ വിദ്യാർത്ഥികളെ ഉൾപ്പെടുത്തി ഗണഗീതം പാടുന്നത് സംസ്ഥാനത്തെ പൊതുവിദ്യാഭ്യാസ വകുപ്പിന് ബുദ്ധിമുട്ടുണ്ട് എന്നാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി അടക്കം പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹം അതിൽ അന്വേഷണവും പ്രഖ്യാപിച്ചിരിക്കുന്നു. സ്വാഭാവികമായും അത് ചർച്ചാ വിഷയമായിരിക്കും. അങ്ങ് പറഞ്ഞതുപോലെ ഏതെങ്കിലും ഒരു ബോഗിയിൽ ആരെങ്കിലും ഒരാൾ ഇരുന്ന് പാട്ടുപാടി എന്ന് പറഞ്ഞ് അവഗണിച്ച് വിടാൻ കഴിയുന്ന ഒരു വിഷയമല്ല. അതിൽ വിദ്യാർത്ഥികൾ ഉൾപ്പെട്ടിട്ടുള്ളത് കൊണ്ട്, അതിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പ് അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുള്ളത് കൊണ്ട് എന്നാണ് പറയുന്നത്. അല്ലാതെ അങ്ങ് പറയുന്ന മാധ്യമ അജണ്ട എന്ന് 100 തവണ ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഔദ്യോഗികമായ അതിനെതിരെ ഒരു നടപടി ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും അതിൽ ചർച്ച ഉണ്ടാകും. ശിവൻകുട്ടിയല്ല, കേരളത്തിൽ ആര് വേണമെങ്കിലും അന്വേഷിച്ചോട്ടെ, അതിന് ഞങ്ങൾക്ക് എന്താ പേടി? നിങ്ങൾക്ക് പേടിക്കേണ്ടതില്ല. ഇതൊക്കെ ആര് കണ്ടാലും കുഴപ്പമില്ല എന്ന് വിചാരിച്ചിട്ടാണല്ലോ അരങ്ങേറുന്നത്. അപ്പോൾ ഞാൻ പേടിക്കേണ്ട കാര്യമില്ല. ശ്രീ ടി.പി. ജയചന്ദ്രൻ മാസ്റ്റർ, ഞാൻ അങ്ങേലേക്ക് വരാം. ശ്രീ ഈ സ്കൂളിന്റെ പ്രിൻസിപ്പൽ ശ്രീ ഡിൻജോ കെ നമ്മളോടൊപ്പം ചേരുകയാണ്. പ്രിൻസിപ്പൽ അങ്ങേക്ക് കേൾക്കാം എന്ന് ഞാൻ വിചാരിക്കുന്നു. ശ്രീ പ്രിൻസിപ്പൽ അങ്ങേക്ക് കേൾക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നു. അങ്ങയുടെ വിദ്യാലയത്തിലെ വിദ്യാർത്ഥികൾ ക്ഷണിക്കപ്പെടുന്നു. ഈ വന്ദേ ഭാരത് ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് ക്ഷണിക്കപ്പെടുന്നു. അവരൊരു പാട്ട് പാടുന്നു. വലിയ വിവാദങ്ങളാണ് ഉണ്ടാകുന്നത്. എനിക്ക് മാനസികമായ ബുദ്ധിമുട്ടുണ്ട്. കുഞ്ഞുങ്ങൾ ഉൾപ്പെടുന്ന ഒരു പരിപാടിയുമായി ബന്ധപ്പെട്ട് വലിയ രാഷ്ട്രീയ വിമർശനമൊക്കെ വരുമ്പോൾ അവർക്ക് അതെന്തെങ്കിലും തരത്തിൽ സമ്മർദ്ദം ഉണ്ടാക്കപ്പെടുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒന്നിൻ്റെയും ആവശ്യമില്ല. ഈ കാലവും ഇവിടുത്തെ രാഷ്ട്രീയ ചിന്തയും ഒക്കെ ഇങ്ങനെയാണ് എന്നുള്ളത്. പക്ഷേ സ്വാഭാവികമായും അത് കുഞ്ഞുങ്ങൾ ആണ് എന്നുള്ളത് കൊണ്ടാണ്. പക്ഷെ അതിൽ മുതിർന്നവരും ഉൾപ്പെട്ടിട്ടുണ്ട്, അധ്യാപകർ ഉൾപ്പെടെ ഉൾക്കൊണ്ടിട്ടുണ്ട്. ആ പാട്ട് ആ സ്കൂളിൻ്റെ പാട്ടാണ് എന്ന് പറഞ്ഞാണ് ഇന്ത്യൻ റെയിൽവേ അത് പങ്കുവച്ചിരിക്കുന്നത്. ആ പാട്ട് അവിടെ ആലപിക്കാൻ ഇടയുണ്ടായ സാഹചര്യം എന്താണ് എന്ന് അങ്ങൊന്ന് വ്യക്തമാക്കാമോ? എല്ലാവർക്കും നമസ്കാരം. എനിക്കിതിൻ്റെ മുൻപ് സംസാരിച്ച കാര്യങ്ങളൊന്നും അറിഞ്ഞുകൂടാ. ഞാൻ ഇവിടെ രാഷ്ട്രീയപരമായിട്ട് സംസാരിക്കാൻ വന്ന ആളുമല്ല. ഞാൻ എൻ്റെ വശം പറഞ്ഞാൽ ഞാൻ ഇവിടുന്ന് ഒഴിവാകുന്നതാണ്. അപ്പോൾ നമുക്ക് നടന്നിരിക്കുന്ന ഇന്നലെ വന്ദേ ഭാരതിൻ്റെ ഉദ്ഘാടന ഭാഗമായിട്ട് എറണാകുളത്തെ 5 സ്കൂളുകളെ ക്ഷണിച്ചു. അതിലൊന്നും നമ്മുടെ വിദ്യാലയമായിരുന്നു എന്നാണ് എനിക്ക് കിട്ടിയിരിക്കുന്ന അറിവ്. 5 സ്കൂളിൽ നിന്നാണ് എനിക്ക് തോന്നുന്നത്. 3 KVയും സരസ്വതി വിദ്യാലയം എളമക്കരയും അതുപോലെ തന്നെ ഒരു അമൃത വിദ്യാലയം കൂടെയാണ് ക്ഷണിക്കപ്പെട്ടത്. ഇതിലിങ്ങനെ പ്രോഗ്രാം നടക്കുമ്പോൾ ഇപ്പം നമ്മുടെ ജയചന്ദ്രൻ മാഷ് പറഞ്ഞ പോലെ തന്നെ കുട്ടികളോട് ചൊല്ലാൻ പറഞ്ഞു. അവർ ആദ്യം വന്ദേ മാതരം ചൊല്ലി, പിന്നെ അതിനുശേഷം വീണ്ടും ചൊല്ലാൻ പറഞ്ഞപ്പോൾ അവർ പരമപവിത്ര മദാമി മണ്ണിൽ ഭാരതാംബയെ പൂജിക്കാം എന്നുള്ള ദേശഭക്തി ഗാനം ചൊല്ലി. ഇത് ആരും പറഞ്ഞിട്ടല്ല, നമ്മളത് മനസ്സിലാക്കുക. ഇതിൽ റെയിൽവേക്കോ ഒരു രാഷ്ട്രീയ കക്ഷികൾക്കോ ആരെയും നമ്മൾ ഇതിലേക്ക് വലിച്ചിഴക്കേണ്ട. അത് ഭരണ പ്രതിപക്ഷങ്ങളായാലും ശരി, ആർക്കും ഇതിൽ ഇൻവോൾവ്മെൻ്റ് ഇല്ല. കുട്ടികളോട് ചൊല്ലാൻ പറഞ്ഞു. അവരെപ്പോൾ അവർ ചെയ്തത് എന്താണ്? ആദ്യം അവർ വന്ദേ മാതരം ചൊല്ലി. അവരെ സംബന്ധിച്ച് വന്ദേ ഭാരത് ട്രെയിനിൽ ചൊല്ലാൻ പറ്റുന്ന, അതിന് നമുക്കറിയാം 7-ാം തീയതി വന്ദേ മാതരത്തിൻ്റെ 150-ാം വാർഷികമായിരുന്നു. ഈ 150-ാം വാർഷികത്തിൻ്റെ ഒരു സ്പിരിറ്റിൽ നിൽക്കുന്ന കുട്ടികൾ ഓഫ് കോഴ്സ് അവർ വന്ദേ മാതരം ചൊല്ലി. അതിനുശേഷം ഒരു മലയാളം പാട്ട് ചൊല്ലാൻ പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞാൽ ഇതാണ് ചൊല്ലിയത്. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, കുട്ടികൾ ദേശഭക്തി ഗാനമാണ് ചൊല്ലിയത്. ആ സാഹചര്യം ഇതൊരു ഇപ്പം നമ്മുടെ ജയചന്ദ്ര മാഷ് പറഞ്ഞ പോലെ തന്നെ ഇത് ആ ഒരു പ്രോഗ്രാമിന്റെ ഒഫീഷ്യൽ ഇതല്ല. അവരുടെ ഒഫീഷ്യലായിട്ട് ആരെങ്കിലും ചൊല്ലാൻ പറഞ്ഞുകൊണ്ടല്ല, ഏതോ ഒരു മീഡിയ അവരോട് പറഞ്ഞത് പ്രകാരം അവർ ചൊല്ലി. ഇത് ഞാൻ ചോദിക്കുന്നത്, ആരും പർപ്പസ്ഫുള്ളി ചെയ്തിട്ടില്ല എന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. വിദ്യാലയത്തിൽ എല്ലാ ദിവസവും ചൊല്ലുന്ന പാട്ടാണോ സാർ? എല്ലാ ദിവസവും എന്നല്ല, ഇത് ദേശഭക്തി ഗാനം എന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് ഭാരതത്തെ, അതായത് ഭാരതീയ വിദ്യാനികേതൻ്റെ അണ്ടറുള്ള വിദ്യാലയമാണിത്. ഞങ്ങളുടെ ലക്ഷ്യം ദേശസ്നേഹമുള്ള വിദ്യാർത്ഥികളെ വാർത്തെടുക്കലാണ്. അവരിൽ നല്ല ശീലങ്ങൾ വളർത്തിയെടുക്കലാണ്, നല്ല ഗുണങ്ങൾ വളർത്തിയെടുക്കലാണ്. ഇത് തന്നെയാണ് നിങ്ങൾ ഇത് നോട്ട് ചെയ്യേണ്ടത്. ഈ കുട്ടികളോട് ചൊല്ലാൻ പറഞ്ഞപ്പോൾ അവർ ചൊല്ലിയത് ദേശഭക്തി തുളുമ്പുന്ന ഒരു ഗീതമാണ്. അവർക്ക് അറിഞ്ഞുകൂടാ ഇത് പഠിക്കാൻ കയറുമ്പോൾ നമ്മുടെ പാഠപുസ്തകത്തിന്റെ ആദ്യത്തിൽ ഇന്ത്യ എന്റെ രാജ്യമാണ് എന്ന പ്രതിജ്ഞ ചൊല്ലിക്കൊണ്ടാണ് നമ്മൾ എല്ലാവരും ഈ പറയുന്ന വിദ്യാഭ്യാസ ജീവിതം തന്നെ ആരംഭിക്കുന്നത്. അതൊക്കെ നല്ല രാജ്യസ്നേഹമുള്ള വിദ്യാർത്ഥികളെ വളർത്തിയെടുക്കുക എന്നൊക്കെ പറയുന്നത് എല്ലാവരുടെയും ഉത്തരവാദിത്വവും എല്ലാവരുടെയും പ്രതിജ്ഞയും ഒക്കെയാണ്. ഞാൻ ചോദിച്ചത്, ഇത് എല്ലാ ദിവസവും സരസ്വതി വിദ്യാലയത്തിൽ ആലപിക്കുന്ന ഗാനമാണോ, സ്കൂളിന്റെ ഗാനമാണോ, സ്കൂളിന്റെ ഔദ്യോഗിക ഗാനമാണോ എന്നാണ് ഞാൻ ചോദിച്ചത്.
സ്കൂളിന്റെ ഔദ്യോഗിക ഗാനമല്ല, സ്കൂളിന്റെ പ്രാർത്ഥനയുണ്ട്. ഇത് ശരി. ദേശഭക്തി സദേൺ റെയിൽവേ ഗാനമാണ്. പങ്കുവെച്ച അതായത് എക്സ്പോസ്റ്റ്, സദേൺ റെയിൽവേ ദേശഭക്തി പങ്കുവെച്ച മത്സരത്തിൽ എക്സ്പോസ്റ്റ് ഇങ്ങനെയാണ്. അല്ല, ഈ ഗണഗീതം എന്നതിന്റെ അർത്ഥം, ഒരു നിമിഷം, ഗണഗീതം എന്നതിന്റെ അർത്ഥം അവിടെ നിൽക്കട്ടെ. ഞാൻ അങ്ങനെ ഒരു അധ്യാപകനോടുള്ള എല്ലാ ബഹുമാനവും വെച്ച് പുലർത്തിക്കൊണ്ടാണ് സംസാരിക്കുന്നത്. അതായത് സദേൺ റെയിൽവേ പങ്കുവെച്ച എക്സ്പോസ്റ്റിൽ പറയുന്നത് ഈ സരസ്വതി വിദ്യാലയത്തിന്റെ സ്റ്റുഡൻസ് ബ്യൂട്ടിഫുള്ളി പെർഫോം ദ സ്കൂൾ സോങ് എന്നാണ്. അതാണ് ഞാൻ അങ്ങോട്ട് ചോദിച്ചത്. അല്ലാതെ ഈ സ്കൂളിന്റെ രാജ്യ സ്നേഹമുള്ള കുഞ്ഞുങ്ങളെ വാർത്തെടുക്കാനുള്ള ലക്ഷ്യബോധമോ അതൊന്നുമല്ല ഞാൻ ചോദിച്ചത്. ഞാൻ വളരെ സാങ്കേതികമായാണ് അങ്ങോട്ട് ചോദിച്ചത്. സ്കൂൾ സോങ് ആണ് എന്ന് നിരവധി എഡിറ്റുകൾക്കും പിൻവലിക്കലിനും ശേഷം ആധികാരികമായ സദേൺ റെയിൽവേ പറയുന്നത്. ഇതിൽ തന്നെ 7 മണിക്കൊരു പോസ്റ്റ്, അതായത് ആദ്യം 1 പോസ്റ്റ് ചെയ്യുന്നുണ്ട്, പിന്നെ വലിക്കുന്നുണ്ട്, 7 മണിക്കൊരു പോസ്റ്റ് ചെയ്യുന്നുണ്ട്, 7:04 അടുത്ത പോസ്റ്റ് ചെയ്യുന്നുണ്ട്. ഒരു തവണ വിശദീകരിച്ചത് പോരാഞ്ഞിട്ടാണ് അത് വലിച്ചിട്ട് പിന്നെ 7:04 രണ്ടാമത്തെ പോസ്റ്റ് ചെയ്യുന്നത്. അതിൽ സ്കൂൾ സോങ് എന്നാണ് പറയുന്നത്. ഒരു സ്കൂളിന്റെ ഔദ്യോഗിക ഗാനമാണ്, അതും ദയർ സ്കൂൾ സോങ് എന്നാണ് കേട്ടോ പറയുന്നത്. ദയർ സ്കൂൾ സോങ് എന്നാണ് പറയുന്നത്. ഔദ്യോഗിക ഗാനമാണെന്ന് ഉത്തമ ബോധ്യത്തോടു കൂടിയാണ് ഈ സദേൺ റെയിൽവേ ഇത് പങ്കുവെച്ചിരിക്കുന്നത്. അല്ലാതെ രാജ്യസ്നേഹമുള്ള കുഞ്ഞുങ്ങളെ വാർത്തെടുക്കാനുള്ള സരസ്വതി വിദ്യാലയത്തിന്റെ ഈ പറയുന്ന ആത്മനിർഭരത അറിഞ്ഞുകൊണ്ടല്ല ആ പോസ്റ്റ് വന്നിരിക്കുന്നത്. അതില് സ്കൂൾ സോങ് അല്ല, അത് ഞാൻ തുറന്നു പറയാം. ഇത് സ്കൂൾ സോങ് അല്ല, ദേശഭക്തി ഗാനമാണ്. ഇതുപോലെ ഒരുപാട് ദേശഭക്തി ഗാനങ്ങൾ സരസ്വതി വിദ്യാനികേതനിലെ കുട്ടികളെ കൊണ്ട് ചൊല്ലിപ്പിക്കുന്നുണ്ട്, അവർ പഠിക്കുന്നുണ്ട്. പക്ഷെ അതിലൊന്നും തന്നെ ബഹുസ്വരതയെ അഫക്റ്റ് ചെയ്യുന്ന ഒന്നുമല്ല. നിങ്ങൾ അതിൻ്റെ അകത്ത് മീനിങ് ഒക്കെ എനിക്കൊന്ന് ഇതിനു മുമ്പുള്ള ആളുകളൊക്കെ സംസാരിച്ചിട്ടുണ്ട്, അതുകൊണ്ട് അതിലേക്ക് ഞാൻ കിടക്കുന്നില്ല. പക്ഷെ ഇത് നാനത്വത്തിൽ ഏകത്വം എന്നുള്ള ആശയത്തിൽപ്പെടുന്ന, എല്ലാവരും ദേശത്തിൽ അധിഷ്ഠിതമായിട്ട് ദേശസ്നേഹികളായിട്ട് വളരണം എന്ന് പറഞ്ഞ് പ്രൊമോട്ട് ചെയ്യുന്ന ഒരു ഗീതമാണ്. അപ്പൊ അതിന്റെ ബാക്കി സൈഡ് പോട്ടെ. നിങ്ങൾ ഇവിടെ റെയിൽവേ കുഞ്ഞുങ്ങൾ ഈ ഗാനം ആലപിച്ചതുമായി ബന്ധപ്പെട്ട് അവർ സ്വബുദ്ധ എന്തെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയ പ്രവർത്തനത്തിന് ഇറങ്ങി പുറപ്പെട്ടുവെന്നോ അതിൽ അവരെ ആരോപിക്കാനോ ഒന്നും ഞാൻ തയ്യാറല്ല. അതെങ്ങനെ രാഷ്ട്രീയമായി ഉപയോഗിക്കപ്പെട്ടു എന്ന കാര്യമാണ് വലിയ തോതിൽ ചർച്ചയായത്. അതുകൊണ്ട് തന്നെയാണ് അങ്ങയുടെ സ്കൂളിന്റെ ഔദ്യോഗിക ഗാനമല്ല എന്ന് പറയുമ്പോഴും അങ്ങയുടെ സ്കൂളിന്റെ ഔദ്യോഗിക ഗാനമാണെന്ന് സദേൺ റെയിൽവേ അവരുടെ എക്സ്പോസ്റ്റിൽ വ്യക്തമാക്കിയത്. അതിലൊരു രാഷ്ട്രീയ താല്പര്യമുണ്ടോ എന്നുള്ളതായിരുന്നു ചോദ്യം. അങ്ങത് പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. ശരി, ഈ വിവാദങ്ങളുമായി ബന്ധപ്പെട്ട് ഈ പൊതുവിദ്യാഭ്യാസ വകുപ്പ് അല്ല, നിങ്ങൾ വിവാദമാക്കിയത് ഞങ്ങളല്ല, അങ്ങല്ല വിവാദമാക്കിയത് ഞങ്ങളല്ല, വിവാദമാക്കിയത് ഏതോ ഒരു ചാനലാണ് വിവാദമാക്കിയത്. രാഷ്ട്രീയ ചർച്ചകൾ ഉണ്ടാകും എങ്കിലേ അല്ല. മാഡം ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഈ സോങ് എവിടെയെങ്കിലും നിരോധിച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ഞാനും നിരോധിക്കാം. ഞാൻ നിങ്ങളോട് ക്ഷമ പറയാം. അതുപോലെ തന്നെ എൻ്റെ വിദ്യാലയത്തിൽ ഞാൻ ഒപ്പന പഠിപ്പിക്കുന്നുണ്ട്. ഈ വർഷം സഹോദയ കോമ്പറ്റീഷൻ എൻ്റെ കുട്ടികൾ ഒപ്പന നടത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ മാർഗം കളി കളിച്ചിട്ടുണ്ട്, തിരുവാതിര കളിച്ചിട്ടുണ്ട്. ഇതിനെല്ലാം നമ്മൾ നിരോധിക്കണോ മാഡം? ഇതെല്ലാം നമ്മുടെ ബഹുസ്വരതയെ ബാധിക്കുന്നല്ലേ മാം? ആണോ അല്ലയോ? നിങ്ങൾ ഉത്തരം പറയൂ. അത് ഇതെല്ലാം അങ്ങനെ ഉണ്ടെങ്കിൽ ദേശഭക്തി ഗാനം നിരോധിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കോമ്പറ്റീഷൻ നിന്ന് അല്ല, ഞാൻ പറയും നമ്മുടെ കോമ്പറ്റീഷൻ നിന്ന് തിരുവാതിരയും അതുപോലെ തന്നെ ഒപ്പനയും അതുപോലെ തന്നെ മാർഗം കളിയും നിരോധിക്കണ്ടേ? അങ്ങ് ചോദിച്ചു കഴിഞ്ഞോ? ഞാൻ പറഞ്ഞുകൊള്ളട്ടെ. അധ്യാപകർ അങ്ങനെയാണല്ലോ. ശരി, ജിൻഡോ കെ പി, അങ്ങ് എന്നോട് ചോദിച്ചു ഇത് നിരോധിച്ചിട്ടുണ്ടോ? അങ്ങയുടെ സ്കൂളിൽ മാർഗം കളിയും ഒപ്പനയും ഒക്കെ പഠിപ്പിക്കുന്നുണ്ട്, തിരുവാതിരയും പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ തന്നെ അവിടെ ഒരു സമഭാവന വന്നു കഴിഞ്ഞിരിക്കുന്നു. മറ്റൊന്ന്, സ്കൂളിൽ ഈ പറയുന്ന കലോത്സവ മാനുവൽ പ്രകാരം അവിടെ അംഗീകരിക്കപ്പെട്ട ഐറ്റമായി നമ്മൾ സംസ്ഥാന തലത്തിൽ ജില്ലാ തലത്തിലൊക്കെ പോകുമ്പോൾ അതൊക്കെ ഉൾക്കൊണ്ടിട്ടുള്ളതാണ്. ഔദ്യോഗിക പരിപാടി അങ്ങനെയല്ല. ഔദ്യോഗിക പരിപാടിയുമായി ബന്ധപ്പെട്ട് ഗണഗീതം അവതരിപ്പിച്ചതുകൊണ്ടാണ് ഇതൊരു വലിയ വിവാദമായത്. ഇനി വിവാദമാക്കിയത് അങ്ങല്ല, അങ്ങയുടെ സ്കൂളുമല്ല. അത് അവിടെ ആലപിക്കപ്പെട്ടപ്പോൾ സ്വാഭാവികമായും നമ്മൾ കുറച്ചുകൂടി രാഷ്ട്രീയം ചർച്ച ചെയ്യുന്ന സമൂഹമായതുകൊണ്ട് അത് വിവാദമാവുകയാണ് ഉണ്ടായത്. രണ്ടാമത്, അതായത് സദേൺ റെയിൽവേ ഇത്രയും അങ്ങേക്കും അങ്ങയുടെ സ്കൂളിനും സന്തോഷകരമായ ഒരു വീഡിയോ പങ്കുവച്ചതിന് ശേഷം അത് പിൻവലിക്കുന്നു. അത് സ്വാഭാവികമായി പിൻവലിക്കില്ല. വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ് ചെയ്തതെങ്കിൽ അതിൽ അവർക്കൊരു പുനരാലോചന ഉണ്ടായതിൻ്റെ പേരിലാണ് അവരത് പിൻവലിക്കുന്നത്. പിന്നീട് അത് റീപോസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ തന്നെ 2 എഡിറ്റ് ഉണ്ടായിട്ടുണ്ട്. ഇതൊക്കെ അങ്ങ് കൂടി മനസ്സിലാക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. എനിക്ക് ആ കുഞ്ഞുങ്ങളെയോ അവരുടെ ബുദ്ധിയെ ഒന്നും രാഷ്ട്രീയമായി വിശകലനം ചെയ്യപ്പെടാനോ വിമർശിക്കാനോ ഒന്നും യാതൊരുവിധ താല്പര്യവുമില്ല എന്നുകൂടി ഞാൻ അങ്ങയോട് അറിയിക്കുന്നു. ഇത് ഈ ഗണഗീതം എവിടെയെങ്കിലും നിരോധിച്ചിട്ടുണ്ടോ എന്ന ചോദ്യം അങ്ങ് ഉന്നയിക്കുന്നത് അതിലുള്ള അങ്ങയുടെ താല്പര്യം എന്ന നിലയ്ക്ക് ഞാൻ കാണുന്നില്ല. ഞാൻ അത്തരത്തിൽ വിമർശനം ഉന്നയിക്കുന്നുമില്ല. ഞാൻ അങ്ങിലേക്ക് വരാം. ശ്രീ കെ പി നൗഷാദ് അലി, ഇന്നിപ്പോൾ കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ മാധ്യമങ്ങളെ കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം, ഇത് കോൺഗ്രസിൻ്റെ നേതാവ് കർണാടകയുടെ ഉപമുഖ്യമന്ത്രി നിയമസഭയിൽ പാടിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഞാൻ അന്വേഷിച്ചപ്പോൾ ഇതുമല്ല, അദ്ദേഹം പാടിയത് ഇതുമല്ല, ഇത് ഗണഗീതമാണ്. അതിനപ്പുറം ശാഖകളിൽ പ്രാർത്ഥന ചൊല്ലാറുണ്ട്. ആ പ്രാർത്ഥനയാണ് അദ്ദേഹം നിയമസഭയിൽ ഉന്നയിച്ചത്. RSSന്റെ ഒഫീഷ്യലായ
പ്രാർത്ഥനയാണ്. അത് ഗണഗീതം എന്ന് പറയുന്നത് മാറി മാറി വരുമത്രേ. ഇതൊക്കെ ഈ സമയത്ത് അന്വേഷിക്കുന്നതാണ് കേട്ടോ. ഗണഗീതം എന്നത് മാറി മാറി വരുമത്രേ. പലതരം ഗണഗീതങ്ങളുണ്ട്. ഇത് അതിൽ ഏറ്റവും പോപ്പുലറായ ഒരു ഗണഗീതം എന്ന നിലയ്ക്കാണ് ഏറ്റവും കൂടുതൽ ആളുകൾ പങ്കുവെച്ചത്. ഓക്കെ, അപ്പോൾ ഏറ്റവും കൂടുതൽ പോപ്പുലറായ ഒരു ഗണഗീതം എന്ന നിലയ്ക്കാണ് ഇത് പരിഗണിക്കപ്പെടുന്നത്. പക്ഷേ RSSന്റെ പ്രാർത്ഥനയുണ്ട്, നമസ്തേ സദാ വത്സലേ മാതൃഭൂമി എന്ന് പറഞ്ഞ് ഒരു പ്രാർത്ഥനയുണ്ട് അത്ര. ആ പ്രാർത്ഥന നിയമസഭയിൽ ചൊല്ലിയ ഒരാളാണ് DK ശിവകുമാർ എന്ന് ജോർജ് കുര്യൻ പറഞ്ഞപ്പോൾ ഗണഗീതം എന്നാണ് പറഞ്ഞത്. പക്ഷെ RSSന്റെ പ്രാർത്ഥന നിയമസഭയിൽ ചൊല്ലിയ കോൺഗ്രസിന്റെ നേതാക്കൾ ഉള്ളപ്പോൾ VD സതീശൻ ഇവിടെ ഇത് ദേശഭക്തി ഗാനം എന്ന് കണക്കാക്കാൻ കഴിയില്ല, ഔദ്യോഗിക പരിപാടികളിൽ പറ്റില്ല എന്ന് പറയുന്നു. നിയമസഭയോളം പോരുമോ? മാധു, ഞാൻ ഇതിന് ഒരു മറുപടി പറയുന്നത്, നമുക്ക് നിങ്ങൾ ഈ പറഞ്ഞ ചോദ്യത്തിന് അത് സ്പെസിഫിക് ആയിട്ട് നിങ്ങളൊന്ന് ചോദിച്ചാണ്, ഞാൻ അതിന് മറുപടി പറയാം. പക്ഷേ ഇത് പൊതുവായിട്ട് ഈ വിഷയം ചർച്ച ചെയ്യപ്പെടുന്നത് ഈ ഗാനം ദേശഭക്തി തുളുമ്പുന്നതാണോ അല്ലെങ്കിൽ ഇതിൽ ദേശദ്രോഹപരമായിട്ട് വല്ലതും ഉണ്ടോ എന്നൊക്കെ പലരും ചോദിക്കുന്നുണ്ട്. ഇതിൽ ദേശഭക്തി തുളുമ്പിയേക്കാം, ദേശവിരുദ്ധമായിട്ടൊന്നും ഇല്ലാതെ ആണ് ഈ പാട്ട് കൃത്യമാക്കിയത് എന്നുള്ളതൊക്കെ ചിലപ്പോൾ ശരിയായിരിക്കാം. പക്ഷേ ഇവിടെ അതല്ല നമ്മുടെ ചർച്ചാ വിഷയവും ചോദ്യവും. നമ്മുടെ സർക്കാരും ഔദ്യോഗിക സംവിധാനങ്ങളും ഭരണഘടനയുടെ വ്യത്യസ്തങ്ങളായ ആർട്ടിക്കിളുകൾ പ്രകാരം പാലിക്കേണ്ട രാഷ്ട്രീയ നിഷ്പക്ഷതയും പക്ഷപാതിത്വ രാഹിത്യവുമുണ്ട്. അതിന് ഘടകവിരുദ്ധമായിട്ടാണ് ഈ സംഭവങ്ങൾ നടന്നത്. സ്കൂൾ അധികൃതരും അതിൽ കൃത്യമായിട്ട് ഭരണഘടനാപരമായിട്ട് കുറ്റക്കാരാണ്. ഞാൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 27 മാത്രം നിങ്ങളോട് പറയാം. No person shall be compelled to pay taxes for enhancement or marketing of particular religion or ഐഡിയോളജി എന്നുള്ള പറയുന്നത്. പ്രത്യേക മതമോ ആദർശമോ ഒക്കെ പരിപോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് നികുതി കൊടുക്കേണ്ട ബാധ്യത ഒരാൾക്ക് പോലും ഇല്ല ഈ രാജ്യത്ത്. ആർട്ടിക്കിൾ 27 കൃത്യമായിട്ട് പറയുന്നു. ആർട്ടിക്കിൾ 309 പ്രകാരം ഒരു പൊതുഭരണ വകുപ്പ് എത്തരത്തിലാണ് ഭരണഘടനയോട് നീതി പുലർത്തേണ്ടത്, എത്തരത്തിലാണ് നിഷ്പക്ഷത പുലർത്തേണ്ടത് എന്നതിനെ കുറിച്ച് കൃത്യമായ വിവക്ഷകളുണ്ട്. ആർട്ടിക്കിൾ 14, 15, 16 പറയുന്നത് എങ്ങനെയാണ് വിശ്വാസപരമായ സ്വാതന്ത്ര്യം ഹനിക്കാതെ മുന്നോട്ട് പോകേണ്ടത് എന്നുള്ളതിനെ കുറിച്ചാണ്. അതേക്കുറിച്ച് വ്യത്യസ്തങ്ങളായ സുപ്രീം കോടതി വിധികൾ പറയുന്നത് ഇവിടെ ഏതെങ്കിലും പ്രത്യേക വിശ്വാസത്തെ പരിപോഷിപ്പിക്കുന്ന ഏതെങ്കിലും ആശയത്തെ പിന്താങ്ങുന്ന ഒരു തരത്തിലുള്ള സൂചകങ്ങളും പൊതുവായ ഒരു പരിപാടികളിലും പാടില്ല എന്നുള്ളതാണ്. ഇവിടെ ഇപ്പൊ സ്കൂളിന്റെ പ്രിൻസിപ്പൾ പറഞ്ഞല്ലോ, അദ്ദേഹം ഇതിൽ എങ്ങനെ കുറ്റക്കാരനാവും, ശിവൻകുട്ടിക്ക് എങ്ങനെ അദ്ദേഹത്തെ നടപടികൾ കൊണ്ട് അദ്ദേഹത്തെ നേരിടാൻ കഴിയുമെന്നൊക്കെയാണ് ജയേന്ദ്ര മാഷും അദ്ദേഹമൊക്കെ ചോദിക്കുന്നത്. ആർട്ടിക്കിൾ 28 ഭരണഘടനയുടേത് വളരെ കൃത്യമായിട്ട് പറയുന്നു, ഒരു സ്കൂള് സർക്കാർ ഫണ്ട് കൊണ്ടല്ല പ്രവർത്തിക്കുന്നതെങ്കിൽ പോലും അവരേതെങ്കിലും മതവിശ്വാസത്തെയോ ഏതെങ്കിലും ആശയത്തെയോ പ്രത്യേക ഊന്നൽ നൽകി മുന്നോട്ട് പോകുന്ന സമീപനം പൊതുപരിപാടികളിൽ നിന്ന് ഒഴിവാക്കണമെന്നാണ് പറയുന്നത്. ഇത്തരത്തിൽ നമുക്ക് വളരെ കൃത്യമായ വിവക്ഷകൾ ഭരണഘടനാപരമായിട്ട് നമ്മുടെ മുമ്പിൽ ഉണ്ടാകുമ്പോൾ ഒരു പൊതുപരിപാടിയെ ഇത്തരത്തിൽ രാഷ്ട്രീയ പ്രചരണ വേദിയാക്കുന്നതിലാണ് നമുക്ക് തർക്കം. RSS ഗണഗീതിയോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും ഔദ്യോഗിക പരിപാടിയിൽ RSSന്റെ ഗീതവും പ്രാർത്ഥനയും ഒക്കെ ചൊല്ലുന്നതിലെ നിലപാട് കൂടി പറയൂ. അല്ല, തീർച്ചയായിട്ടും നിങ്ങൾ പറയുന്ന ചോദ്യത്തിലേക്ക് ഞാൻ പറയാം. പിന്നെ ഒരാൾ പ്രസംഗത്തിന്റെ ഭാഗമായിട്ട് ചിലപ്പോൾ RSSന്റെ ഗണഗീതിയെ ഉദ്ധരിക്കും. അത് ചിലപ്പോൾ വിമർശനാത്മകമായിട്ടായിരിക്കാം, ചിലപ്പോൾ അത് അപഗ്രഥിച്ചുകൊണ്ടായിരിക്കാം. അതൊക്കെ സന്ദർഭത്തിൽ നിന്ന് അടർത്തിയെടുത്ത് ബി ജെ പിയുടെ കേന്ദ്രമന്ത്രി അദ്ദേഹത്തിനെ നിലനിൽക്കാൻ വേണ്ടി മുട്ടാപ്പോക്ക് പറയാൻ വേണ്ടി ഏതെങ്കിലും കോൺഗ്രസ് നേതാവ് ഇതിനെ വിമർശനാത്മകമായിട്ടോ ഇതിനെ മറ്റേതെങ്കിലും തരത്തിലോ നോക്കൂ. അങ്ങനെയാണെങ്കിൽ ജോർജ് കുര്യൻ പറഞ്ഞ കാര്യം മാത്രം വിശ്വാസത്തിലെടുക്കാനാണെങ്കിൽ എനിക്കിവിടെ ശ്രീ നൌഷാദ് അലി ഒച്ച ഉയർത്തിയത് കൊണ്ട് കാര്യമില്ല. ജോർജ് കുര്യൻ പറഞ്ഞ കാര്യം അതേപടി ആവർത്തിക്കാനാണെങ്കിൽ എനിക്ക് അദ്ദേഹം ഗണഗീതം എന്നാണ് പറഞ്ഞത്. അദ്ദേഹം ഗണഗീതം എന്നാണ് പറഞ്ഞത്. പക്ഷേ അത് ഗണഗീതമല്ല, പകരം RSSന്റെ അല്ല. നമ്മളൊരു കാര്യം ചോദിക്കുമ്പോൾ അതിനെ ഖണ്ഡിക്കാൻ വേണ്ടി ഓർത്തിയൊരു കാര്യമില്ലല്ലോ. അങ്ങേക്ക് അതിൽ രാഷ്ട്രീയ മറുപടി പറയണം എന്ന് പറഞ്ഞു. അത് അങ്ങ് ഏറെക്കുറെ പറയുന്നത് വരെയും അങ്ങത് പറയുന്നത് അങ്ങനെ ചിരിക്കുകയാണെങ്കിൽ എനിക്കും ചിരിക്കാനുള്ള പല കാരണങ്ങളുണ്ടാവും. ഇതൊന്നും അല്ല ഇവിടുത്തെ പ്രശ്നം. ഞാൻ ചോദിക്കുന്നത് ഇപ്പൊ
എന്തിന് ഒച്ച ഉയർത്തണം? നിങ്ങൾ ഒച്ച ഉയർത്തണ്ടെന്നൊക്കെ പറയുമ്പോൾ ഞാൻ എൻ്റെ രക്തസമ്മർദ്ദമൊന്നും ഒരു അണുമാത്ര പോലും ഉയർന്നിട്ടില്ല. എന്തിന് ഒച്ച ഉയർത്തണം? വെറുതെ ഞാൻ എന്തിനാ എൻ്റെ ചോദ്യത്തിലേക്ക് പോകാം. അതാണ് പ്രശ്നം. ഇപ്പോ ജോർജ് കുര്യൻ ഗണഗീതം എന്നാണ് പറഞ്ഞത്. ജോർജ് കുര്യൻ പറഞ്ഞതിനെ മുഖവിലേക്ക് എടുത്ത് അത് മാത്രം വിശ്വാസത്തിലെടുത്ത് ചോദിക്കാനാണെങ്കിൽ എനിക്ക് ഗണഗീതം എന്ന് പറഞ്ഞാൽ മതി. ഞാൻ ആ ദൃശ്യങ്ങളിലേക്ക് പോയി അവിടെ ഏത് സാഹചര്യത്തിലാണ് എന്താണ് ഉദ്ധരിച്ചത് എന്ന് അന്വേഷിച്ചപ്പോഴാണ് അത് ഗണഗീതമല്ല, RSSന്റെ പ്രാർത്ഥനയാണ് എന്ന് വ്യക്തമാകുന്നത്. അത് ഉദ്ധരിക്കപ്പെട്ടത് അങ്ങനെ വിമർശന ബുദ്ധിയാ അല്ല. ആ നിയമസഭയിൽ ഉദ്ധരിക്കപ്പെട്ടത് അങ്ങനെ വിമർശന ബുദ്ധിയാ അല്ല. ഞാൻ വേണമെങ്കിൽ അതിന്റെ വീഡിയോ അങ്ങേക്ക് അയച്ചു തരികയും ആകാം. അപ്പോൾ ഞാൻ ചോദിക്കുന്നത് RSSന്റെ ഗണഗീതമോ പ്രാർത്ഥനയോ ഒക്കെ അങ്ങനെ ഔദ്യോഗിക പരിപാടികളിൽ ചൊല്ലാനോ ഉദ്ധരിക്കാനോ പാടില്ല എന്ന നിലപാട് കോൺഗ്രസിനുണ്ടെങ്കിൽ എന്തുകൊണ്ട് നിയമസഭയിൽ നിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളിൽ ഒരാൾ അല്ല, ഇനി ഞാൻ പറയട്ടെ മാധു അത് മനസ്സിലാക്കിയതിലുള്ള പിഴവാണ് എന്ന് നിർഭാഗ്യവശാൽ എനിക്ക് പറയേണ്ടി വരും. കാരണം നമ്മൾ നിയമസഭയിൽ ഒരു പ്രസംഗം നടത്തുമ്പോൾ നമ്മുടെ എതിരാളികളുടെ ഗീതിയും മുദ്രാവാക്യവും അവരുടെ പ്രത്യേകതകളൊക്കെ അപഗ്രഥിച്ചുകൊണ്ട് നമ്മൾ സംസാരിക്കും. നമ്മൾ പറയും എനിക്ക് നിങ്ങളുടെ ആശയവും നിങ്ങളുടെ പുസ്തകങ്ങളും നിങ്ങളുടെ നേതാക്കളുടെ ചരിത്രവും ഒക്കെ അറിയാമെന്ന് പറഞ്ഞ് നമ്മൾ അതിനകത്ത് ഉദ്ധരിച്ചു എന്ന് വരും. നിങ്ങൾ സ്ഥിരമായിട്ട് ശാഖയിൽ പാടുന്ന ഗാനങ്ങൾ എനിക്കറിയാം, ഞാനതിതാ പാടുന്നു എന്ന് നമുക്ക് പറഞ്ഞിട്ടൊക്കെ നമുക്ക് പല പ്രസംഗങ്ങളും വ്യത്യസ്ത സാഹചര്യങ്ങളിൽ നമുക്ക് ആർട്ടിക്കുലേറ്റ് ചെയ്യേണ്ടി വരും. അതൊക്കെ ആപേക്ഷികമായ ഒരു പ്രസംഗ മധ്യേ സംഭവിക്കുന്ന കാര്യമാണ്. അല്ലാതെ സ്തുതിച്ചുകൊണ്ടല്ല അദ്ദേഹം അത് പറഞ്ഞത്. ANI പുറത്തുവിട്ട വീഡിയോ ആണ്. നമസ്തേ സദാവത്സലെ മാതൃഭൂമി DK ശിവകുമാർ സിംഗ്സ് RSS ആന്തം എന്ന് പറഞ്ഞുകൊണ്ടാണ് കർണാടക ലെജിസ്ലേറ്റീവ് അസംബ്ലി സെഷൻ പറഞ്ഞുകൊണ്ട് അത് പുറത്തുവിട്ടിരിക്കുന്നത്. അതിൽ അദ്ദേഹം ഒരു വിമർശന ബുദ്ധിയായമല്ല ഇത് പറഞ്ഞിരിക്കുന്നത്. അത് ഇനി അങ്ങേക്കത് അങ്ങനെയാണ്, എന്റെ മനസ്സിലാക്കലിന്റെ പരിമിതിയാണ് എന്നൊക്കെ പറയാം. പക്ഷെ ഇത് രാജ്യം മുഴുവനും കണ്ടതാണ് എന്ന് പറഞ്ഞു പോയതേ ഉള്ളൂ. നമ്മൾ ഈ ഇടവേളയ്ക്ക് മുമ്പ് പറഞ്ഞു പോയത് DK ശിവകുമാറുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അതിൽ കോൺഗ്രസ് MLC അദ്ദേഹത്തിനോട് അപ്പോളജി ആവശ്യപ്പെടുകയും അദ്ദേഹം ഖേദം പ്രകടിപ്പിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇദ്ദേഹം ഇത് ഈ പ്രാർത്ഥന അവിടെ ചൊല്ലുന്ന സമയത്ത് BJPയുടെ MLA-മാർ അവിടെ കരഘോഷത്തോടു കൂടിയാണ് അത് സ്വീകരിച്ചത്. പിന്നീട് ശിവകുമാർ അതിൽ ഖേദം പ്രകടിപ്പിക്കുകയും ഒക്കെ ചെയ്തു. അത് പറഞ്ഞു പോയി എന്നേ ഉള്ളൂ, മനസ്സിലാക്കലിന്റെ ബുദ്ധിമുട്ട് കൊണ്ടാണ്. എങ്കിൽ ശ്രീ ശിവപ്രസാദ്, ഇപ്പോൾ പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഇതിൽ അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞത് ഇതിന്റെ NOC നൽകുന്നത് സംസ്ഥാന സർക്കാരാണെന്ന് ഓർക്കണം എന്നൊക്കെയാണ്. അത് വേണമെങ്കിൽ ഒരു ഭീഷണിയുടെ ഗണത്തിൽപ്പെടുത്താവുന്ന ഒന്നാണ്. ഇത് RSSന്റെ ഗണഗീതമാണ് എന്ന് പറഞ്ഞു വെക്കുകയാണ് എങ്കിലും അത് വിദ്യാർത്ഥികൾ ഒന്നിച്ച് അവിടെ നിന്ന് പാടുന്ന സമയത്ത് എന്തെങ്കിലും തരത്തിലുള്ള ഔദ്യോഗിക അജണ്ടയിൽ ഉൾപ്പെടുത്തുകയോ പരിപാടിയിൽ ഉൾപ്പെടുത്തുകയോ, നേരത്തെ ശ്രീ TP ചന്ദ്രൻ മാസ്റ്റർ പറഞ്ഞതുപോലെ യാതൊരു കാര്യപരിപാടിയിലും ഉൾപ്പെടുത്തിയിട്ടുള്ള ഒന്നല്ല. അത് ഔദ്യോഗികമായ നിർദ്ദേശത്തിന്റെ പേരിലാണെന്ന് വ്യക്തമാക്കപ്പെടാനോ തെളിയിക്കാനോ കഴിയുകയുമില്ല. പിന്നെ എന്താ അന്വേഷണം? പ്രിയപ്പെട്ട മാധു, നമ്മളിതിനകത്ത് മനസ്സിലാക്കേണ്ടത് 3 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ചർച്ചയിൽ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതാണല്ലോ ഇതിൻ്റെ ചർച്ച. 1, ഇത് ഏത് ഗാനമാണ്. 2, ഇതിൻ്റെ വരിക്കകത്ത് കുഴപ്പമുണ്ടോ. 3, ഇതിന് എന്താണ് കുട്ടികൾ പാടിയാൽ കുഴപ്പം. ഇതാണല്ലോ നമ്മൾ ആദ്യം തൊട്ട് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു കാര്യം BJP പ്രതിനിധിയുടെയും അതോടൊപ്പം തന്നെ ആ സ്കൂളിൻ്റെ അധ്യാപകൻ്റെയും ചർച്ച പൂർത്തിയാകുമ്പോൾ കേരളത്തിന് മനസ്സിലായി എന്താണ് ഇതിനകത്ത് രാഷ്ട്രീയ അജണ്ട എന്ന്. യഥാർത്ഥത്തിൽ മാതൃഭൂമിയുടെ ചർച്ച കേരളത്തിന് മുന്നിൽ ഒരു റെക്കോർഡായി നിൽക്കേണ്ട ചർച്ചയാണ്. എന്താണ് ഗണഗീതത്തിന് പിന്നിൽ രാഷ്ട്രീയമെന്ന് BJP പ്രതിനിധിയുടെ നാക്കിൽ നിന്നും RSS നിയന്ത്രിക്കുന്ന സ്കൂൾ നടത്തുന്ന അധ്യാപകൻ്റെ നാക്കിൽ നിന്നും ഇപ്പോൾ ഇവിടെ വ്യക്തമായിട്ടുണ്ട്. ഇത് ഏത് ഗാനമാണെന്നുള്ളതാണ് തർക്കം. റെയിൽവേ പറയുന്നത് സ്കൂളിൻ്റെ ഗാനം, അധ്യാപകൻ പറയുന്നത് ദേശഭക്തി ഗാനം, RSSൻ്റെ BJPയുടെ പ്രതിനിധി പറയുന്നത് RSSൻ്റെ ഗണഗീതം. അപ്പോൾ ഇതിൽ നിന്ന് തന്നെ ഇതിൻ്റെ വൈരുദ്ധ്യം മനസ്സിലായല്ലോ. അധ്യാപകന് തന്നെ ബുദ്ധിമുട്ടുണ്ടാവുകയാണ്, BJP പ്രതിനിധിക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നു, റെയിൽവേക്ക് ബുദ്ധിമുട്ടുണ്ടാകും. ഇതെന്താണ് യഥാർത്ഥ സംഭവം എന്ന് ജനങ്ങളോട് തുറന്നു പറയാൻ, കേരളത്തിലെ മനുഷ്യരോട് പറയാൻ RSS തന്നെ മടിക്കുന്ന ലജ്ജാവഹമായ കാഴ്ചയാണ് യഥാർത്ഥത്തിൽ നമ്മൾ. അതാണ് ആദ്യം തന്നെ ഞാൻ ചോദിച്ചത്. ഈ ഗാനം ഗണഗീതമാണെന്ന് പറയാൻ എന്ത് RSS മടിക്കുന്നു? മടിയില്ലായിരുന്നെങ്കിൽ തുറന്നു പറയണ്ടേ, അധ്യാപകൻ പറയണ്ടേ ഇത് RSS ഗണഗീതമാണ്. ദേശഭക്തി ഗാനത്തിൻ്റെ പട്ടികയിൽ എവിടെയാണ് ഗണഗീതം നമ്മൾ കണ്ടിട്ടുള്ളത്? വന്ദേ മാതരം നമ്മൾ പാടുന്നത് കേട്ടിട്ടുണ്ട്, കുട്ടികൾ പാടുന്ന ദേശഭക്തി ഗാനം കേട്ടിട്ടുണ്ട്. സാരെ ജഹാംസെ അച്ഛ, എല്ലാ മതങ്ങളും വൈരുദ്ധ്യങ്ങളും ഉണ്ടാവത്താണെന്നും എല്ലാ മതങ്ങളുടെയും ആശയം ഒന്നാണെന്നും നമ്മൾ ഇന്ത്യക്കാരാണെന്നും അപമാനിക്കുന്ന സാരെ ജഹാംസെ അച്ഛ നമ്മൾ പാടാറുണ്ട്. ജനഗണമന നമ്മുടെ ദേശീയ ഗാനമാണ്. ഇതോടൊപ്പം ഈ പട്ടികയിൽ എവിടെയാണ് നമ്മൾ ഇത് കേട്ടിട്ടുള്ളത്, ഈ പറയുന്ന RSSൻ്റെ ഗണഗീതം കേട്ടിട്ടുള്ളത്? ഇനി പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം.
RSSന്റെ ഗണഗീതം, മാധുവിൻ്റെ അറിവും എൻ്റെ അറിവും ചിലപ്പോൾ രണ്ടും തമ്മിലൊരു കോൺട്രഡിക്ഷൻ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. എൻ്റെ അറിവിൽ RSSന് പല ഗണഗീതങ്ങളുണ്ട്. സംസ്കൃതത്തിൽ എഴുതപ്പെട്ട ഗണഗീതത്തിൻ്റെ ഒരു വരിയാണ് പ്രാർത്ഥന എന്ന നിലയിൽ മാധു ഈ ചർച്ചയിൽ ഉദ്ധരിച്ചത്. ആ ഗണഗീതം ഇങ്ങനെയാണ്, ഞാനത് പാടാൻ ആഗ്രഹിക്കുന്ന ഒരാളല്ല, എൻ്റെ വരി ഞാൻ പറയാം. നമസ്തേ സദാ വത്സലേ മാതൃഭൂമി ഇപ്പോൾ ഇതിനകത്തും വരുന്ന മാതൃഭൂമിയാണല്ലോ. അതിൻ്റെ രണ്ടാമത്തെ വരൂ മാധു ശ്രദ്ധിക്കണം. ത്വയാ ഹിന്ദു ഭൂമേ സ്വയം വർദ്ധിതോഹം, ത്വയാ ഹിന്ദു ഭൂമേ സുഖം വർദ്ധിതോഹം, ഇതാണ് അതിൻ്റെ രണ്ടാമത്തെ വരി. ഹിന്ദു ഭൂമിയെ നമിക്കുന്നു, ഇതാണ് RSSന്റെ ഗണഗീതം. സംസ്കൃതത്തിൽ എഴുതുമ്പോൾ തർജിമ മലയാളം, ഇത് മലയാളത്തിലേക്ക് തർജിമ ചെയ്യുമ്പോൾ എന്തേ മലയാളത്തിലെ ഗണഗീതത്തിൽ ഹിന്ദു ഭൂമി ഇല്ലാതെ വരുന്നു? അങ്ങനെയല്ലെന്നാണ് ശിവപ്രസാദ് ഞാൻ മനസ്സിലാക്കിയത്. അങ്ങ് തന്നെ പറഞ്ഞതുപോലെ നമ്മുടെ രണ്ടുപേരുടെയും അറിവ് തമ്മിൽ വ്യത്യാസമുണ്ടായിരിക്കും. ഈ പറയുന്ന ഗണഗീതങ്ങളെ കുറിച്ച് ആധികാരികമായി പഠിക്കുക എന്നുള്ളതല്ലോ ഈ സമയത്തിനുള്ളിൽ. പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നത് ഒന്ന് പ്രാർത്ഥനയും ഒന്ന് ഗണഗീതവുമാണ്. ഗണഗീതങ്ങൾ മാറി മാറി വരും, പക്ഷേ ഈ പ്രാർത്ഥന അങ്ങനെ തന്നെ നിൽക്കുന്നതാണ്. അതെ ഞാൻ മനസ്സിലാക്കുന്നത് RSSന്റെ ഗണഗീതം ഞാൻ ഉദ്ധരിച്ച വരി DK ശിവകുമാർ, നിങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ DK ശിവകുമാർ കർണാടക നിയമസഭയിൽ പറഞ്ഞ ആ വരി RSSന്റെ ഗണഗീതമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ആ ഗണഗീതം കേരളത്തിലേക്ക് വരുമ്പോൾ എന്തേ ഹിന്ദുഭൂമി ഇല്ലാതെ പോകുന്നത്? ഇവിടെയാണ് RSS, ഇത് പറയാൻ വേണ്ടിയാണ് ഞാൻ പറഞ്ഞത്. ഇതാണ് RSS തന്ത്രം. കേരളത്തിൽ ഹിന്ദുഭൂമി എന്ന് പറഞ്ഞാൽ, കേരളത്തിൽ മതം പറഞ്ഞാൽ, കേരളത്തിൽ മറ്റേ തരത്തിൽ വർഗീയത പറഞ്ഞാൽ ക്ലച്ച് പിടിക്കില്ലെന്ന് ബോധമുള്ളപ്പോൾ RSS ബുദ്ധിപരമായി ഇതൊന്നുമില്ലാത്തൊരു ഗാനം തയ്യാറാക്കിയിരിക്കുന്നു. ഈ ഗാനത്തിന് കുഴപ്പമുണ്ട്. വരികളിൽ ഹിന്ദുത്വമില്ലെന്നേ ഉള്ളൂ, പക്ഷേ ആശയം ഹിന്ദുത്വമാണ്. വരികളിൽ ഹിന്ദുത്വം വെക്കാത്തത് എന്തുകൊണ്ടാണ്? കേരളത്തിലെ ജനങ്ങൾ അംഗീകരിക്കത്തില്ലെന്ന് മനസ്സിലായതുകൊണ്ടാണ്. കേരളത്തിലെ ജനങ്ങൾ വർഗീയമായി ചേരിതിരിവിനെ അംഗീകരിക്കാത്തതും പ്രോത്സാഹിപ്പിക്കില്ലെന്ന് ബോധ്യപ്പെട്ടതുകൊണ്ടാണ് സംസ്കൃതത്തിലെ ഗണഗീതത്തിൽ ത്വയേ ഹിന്ദു ഭൂമിയെ വരികയും മലയാളത്തിലേക്ക് വരുമ്പോൾ അത് വരാതിരിക്കുകയും. ഇതാണ് കോൺട്രഡിക്ഷൻ, RSSന്റെ കോൺട്രഡിക്ഷൻ. കാപട്യം ഈക്വൽ ടു കള്ളത്തരം ഈക്വൽ ടു ചരിത്രബോധമില്ലായ്മ ഈക്വൽ ടു ശാസ്ത്രബോധമില്ല ഈക്വൽ ടു RSS. ഇതാണ് യഥാർത്ഥ RSS. യഥാർത്ഥ ചരിത്രവുമായി എന്തെങ്കിലും ബന്ധം RSSന്റെ ദേശസ്നേഹത്തിനുണ്ടോ? നിങ്ങൾ പരിശോധിക്കേണ്ട കാര്യം എന്താ? നിങ്ങൾ പരിശോധിക്കാൻ ദേശസ്നേഹ ഗാനമാണെന്നാണ് അധ്യാപനം പറയുന്നത്. RSSന്റെ ഗണഗീതം ശിവപ്രസാദിന് പൂർണ്ണമായ ഒരു അറിവില്ലാത്ത കാര്യമെന്ന് ശിവപ്രസാദ് തന്നെ പറഞ്ഞൊരു കാര്യത്തിലാണ് ഇപ്പോഴേ തർക്കം പോകുന്നത്. എന്തുകൊണ്ടാണ് ഗണഗീതം ട്രാൻസ്ലേറ്റ് ചെയ്ത് വന്നപ്പോൾ അതിൽ ഹിന്ദുഭൂമി ഇല്ലാത്തതെന്ന്? ഗണഗീതങ്ങൾ പലതുണ്ട്, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തേത്, ഈ നമസ്തേ സദാവത്സലെ എന്ന് പറയുന്നത് ഒഫീഷ്യൽ പ്രയർ ആണ്. ഒഫീഷ്യൽ പ്രയർ ആണ്, അത് ഗണഗീതമല്ല, ഒഫീഷ്യൽ പ്രയർ ആണ്. അത് വിടും. എന്റെ പോയിന്റ് അത് തന്നെയാണ്. എന്റെ പോയിന്റ് മാരീജന്മാരാണിവർ, അതാണ് എന്റെ പോയിന്റ്. എന്റെ പോയിന്റ് മാധു വളച്ചൊടിക്കണ്ട. മാരീജന്മാരാണിവർ. ഇവർക്ക് ഇവരുടെ രാഷ്ട്രീയം പലയിടങ്ങളിൽ പലതാണ്. ഇവർക്ക് കേരളത്തിലെ ജനങ്ങളോട് ഹിന്ദുഭൂമിയാണിത് അല്ലെങ്കിൽ ഹിന്ദുത്വ രാഷ്ട്രം ഉണ്ടാക്കണമെന്ന് പറയാൻ പേടിയാണ് മാധു. ആ പേടിയാണ് ഇവരുടെ ഗണഗീതം മലയാളത്തിലേക്ക് വരുമ്പോൾ വാക്കില്ലാത്തത്. എന്നാൽ ഗണഗീതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആശയം അതാണ് ഉൾച്ചേർന്നിരിക്കുന്നത്. RSS വിഭാവനം ചെയ്യുന്ന ഹിന്ദുത്വ രാഷ്ട്രമാണ് RSSന്റെ എല്ലാ ആശയങ്ങളും ഉൾച്ചേർത്തിരിക്കുന്നത്. നിങ്ങൾ നോക്ക്, ഇവർ പറയാൻ ശ്രമിക്കുന്നത് എന്തൊക്കെയാണ്? ഇവർ പറയാൻ ശ്രമിക്കുന്ന വരികളിൽ പ്രശ്നമില്ല, വരികളിൽ പ്രശ്നമുണ്ട്. വരികളിൽ പ്രശ്നം എന്ന് പറയുന്ന ഉൾച്ചേർന്നിരിക്കുന്ന ആശയങ്ങളാണ് പ്രശ്നം. ആ ആശയം RSSന്റെ ആശയമാണ്. ആ ആശയത്തെയാണ് പൊതുപരിപാടിയിൽ കൊണ്ട് ഇനി കുട്ടികളെ കൊണ്ട് പാടിച്ചാൽ എന്താ പ്രശ്നം? ഇവിടെയാണ് നാം ഇന്ത്യ ചർച്ചേണ്ട ഗൗരവമായ പ്രശ്നം. ഫാസിസവും ഇവരുടെ വർഗീയ രാഷ്ട്രീയവും ഉപകരണങ്ങളായി രാജ്യത്തെ വിദ്യാർത്ഥികൾ ഉപയോഗിക്കുന്നു. RSS നടത്തുന്ന സ്കൂളാണിത്. ഈ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് സ്വാഭാവികമായും നിർബന്ധിതമായി ഇവർ പഠിപ്പിക്കേണ്ടി വരും. അങ്ങനെ അതിൽ നിർബന്ധിതാവസ്ഥയില്ല. നമ്മൾ ഒരു സ്കൂളിൽ ഒരു കുഞ്ഞിനെ ചേർക്കാൻ പോകുന്ന സമയത്ത് അവരുടെ രാഷ്ട്രീയം എന്താണ്, ഏത് സിലബസ് ആണ്, എന്തൊക്കെയാണ് പഠിപ്പിക്കുന്നത് എന്ന അടക്കമുള്ള കാര്യങ്ങൾ പരിശോധിച്ച ശേഷമാണ് രക്ഷിതാക്കൾ അവിടേക്ക് കൊണ്ടുപോവുക. അത് പഠിക്കാൻ താല്പര്യമുള്ളവരാണ് അവിടെ പഠിക്കുന്നത്. അതിന് നിയമപരമായ പരിരക്ഷയുമുണ്ട്. പക്ഷേ മറ്റൊരു പൊതുപരിപാടിയുടെ ഭാഗമായി അവർ ചെല്ലുമ്പോൾ അവരത് ആലപിക്കുന്നുണ്ടോ എന്നുള്ളിടത്താണ് നമ്മളുടെ ചോദ്യം. ശരി, അതെ അത് മാത്രമല്ല പ്രശ്നം. ചരിത്രം വിരുദ്ധമായി കുട്ടികളെ ചരിത്രം പഠിപ്പിക്കുന്ന പ്രശ്നമല്ലേ? ആ ചരിത്രത്തിന്റെ ഭാഗമായിട്ടല്ലേ, ആ ചരിത്ര അപനിർമ്മിതിയുടെ ഭാഗമായിട്ടല്ലേ RSS ഗണഗീതം രാജ്യസ്നേഹ ഗാനമായി മാറുന്നത്? നമ്മുടെ ആരുടെയും പട്ടിയില്ലാത്ത ഗണഗീതമായി മാറുന്നത്. ജോർജ് കുര്യൻ എന്നിട്ട് പ്രസ്താവന നടത്തുക. സത്യത്തിൽ എനിക്ക് മാധ്യമങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത്, ജോർജ് കുര്യന്റെ ഒന്നും പ്രസ്താവന കേരളത്തിലെ മാധ്യമങ്ങൾ കൊടുക്കരുതെന്ന് അഭ്യർത്ഥിക്കുന്ന ആളാണ്. എന്താ കാരണം അറിയോ? 2 കന്യാസ്ത്രീകളെ ഛത്തീസ്ഗഡിൽ
നിഷ്ഠൂരമായി ഞാൻ പറയട്ടെ, ഞാൻ പൂർത്തിയാക്കട്ടെ. 2 കന്യാസ്ത്രീകളെ നിഷ്ഠൂരമായി ആക്രമിച്ച് ജയിലടച്ചപ്പോൾ മാധ്യമങ്ങൾ പുറകെ നടന്നിട്ട് ക മ എന്നൊരക്ഷരം ഈ മന്ത്രി മിണ്ടിയോ? ഏത് BJP, ഏത് കന്യാസ്ത്രീ, ഏത് ഛത്തീസ്ഗഡ് എന്ന് ചോദിച്ച മാന്യനാണ് ഗണഗീതത്തെ പറ്റി അഭിപ്രായം പറയാൻ കേരളത്തിൽ ശരി, ഞാൻ ഇടപെടുകയാണ് ശിവപ്രസാദ്. അല്ല, എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും അങ്ങനെ ഈ പറയുന്ന കായും മായും ഒക്കെ പറയാനുള്ള പലതരത്തിലുള്ള സാഹചര്യങ്ങൾ, പറയാതിരിക്കുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകും. ശരി, ഞാൻ വരാം. ശ്രീ TP ജയേന്ദ്ര മാസ്റ്റർ, രാജ്യത്തിന്റെ ഏറ്റവും വലിയ പൊതുമേഖലാ സ്ഥാപനത്തിലൂടെ ഹിന്ദുത്വ രാഷ്ട്രീയത്തിന്റെ ഒളിച്ചുകടത്തൽ നടത്തുന്നു എന്നാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി ഇതിനെതിരെ വിമർശിച്ചത്. രാജീവ് ചന്ദ്രശേഖർ അതിനെതിരെ പ്രതികരിക്കുകയും ചെയ്തു. ഈ തരത്തിലൊരു വിവാദം വിളിച്ചു വരുത്തേണ്ട എന്തെങ്കിലും സാഹചര്യം ഉണ്ടായിരുന്നോ? ഇതിപ്പോ അങ്ങനെയൊന്നുണ്ടായാൽ സ്വാഭാവികമായും ചർച്ചയാകുമല്ലോ. ഇപ്പോൾ ശിവപ്രസാദ് ചോദിച്ചതുപോലെ ഇത് ദേശഭക്തി ഗാനമാണോ, ഇത് ഗണഗീതമാണോ, അതോ ഇത് സ്കൂളിന്റെ ഒഫീഷ്യൽ ഗാനമാണോ തുടങ്ങിയ ഇടങ്ങളിലൊക്കെ പറഞ്ഞു വരുമ്പോൾ ഒരേ വിചാരമുള്ളവർക്കിടയിൽ തന്നെ പിഴച്ചു പോകുന്നുണ്ട്. മാധു, നമ്മൾ ഈ ചർച്ച തുടങ്ങിയിട്ട് എനിക്ക് തോന്നുന്നു അരമണിക്കൂറിലധികമായി. നമ്മൾ ഇതുവരെ ചർച്ച ചെയ്തിട്ട് ഈ പാട്ടിനകത്ത് രാജ്യവിരുദ്ധമോ മതേതര വിരുദ്ധമോ ഈ രാജ്യത്തെ ഏതെങ്കിലും ജനതയ്ക്ക് അസ്വസ്ഥമുണ്ടാകുന്ന ഒരു വരി ഉണ്ടെന്ന് ചൂണ്ടിക്കാണിക്കാൻ സാധിച്ചോ? മാത്രമല്ല, ഒരു വിദ്യാലയത്തിലെ കുട്ടികൾക്ക് ദേശഭക്തി തുളുമ്പുന്ന ഗാനം അവർ പഠിപ്പിക്കുന്നതിൽ എന്തിനാണ് നമ്മൾ അസ്വസ്ഥരാകുന്നത്? അതിൻ്റെ പേരിൽ എന്ത് നടപടിയാണ് മാധു നമ്മൾ തുടക്കാൻ വേണ്ടി പോകുന്നത്? ആരെയാണ് പേടിപ്പിക്കുന്നത്? ഇവിടെ ഈ രാജ്യത്തെ ജനാധിപത്യവും മതേതരത്വവും ഈ രാജ്യത്തെ വൈരുദ്ധ്യാത്മകതയും ഒക്കെ നിലനിൽക്കുമ്പോൾ ആരെയാണ് മാധു പേടിപ്പിക്കുക? ഞങ്ങൾ ഒരു കാര്യം മാധുവിനോട് ഉറക്കെ പറയാം. ഞങ്ങളുടെ കണ്ണിൽ ഈ രാജ്യത്ത് 2 തരം പൗരന്മാരേ ഉള്ളൂ. ഒന്ന് ഈ രാജ്യത്തെ നിലവിൽ RSSകാർ, മറ്റൊന്ന് നാളെ ഈ RSSലേക്ക് ചേരേണ്ടവർ. അല്ലാത്ത ആരുമില്ല മാധു ഈ ലോകത്ത്. ഇതെന്തിനാ ഒളിച്ചു കടത്തേണ്ട ആവശ്യം? നേരായ മാർഗത്തിൽ തന്നെ കടത്തിക്കൊണ്ട് വന്നില്ലേ? രാജ്യത്തെ 28 സംസ്ഥാനങ്ങളിൽ എത്ര പേർ ഭരിക്കുന്നു? എത്ര സംസ്ഥാനങ്ങൾ? ആരാണ് രാജ്യത്തിലെ രാഷ്ട്രപതി? ആരാണ് ഉപരാഷ്ട്രപതി? ഇതിന് പ്രശ്നം എന്താണെന്നറിയാമോ? അങ്ങ് വളരെ ഭാവനാസമ്പുഷ്ടമായി പറഞ്ഞതാണെങ്കിലും നിങ്ങൾക്ക് മുന്നിൽ ഈ രാജ്യത്ത് 2 തരം പൗരന്മാരുണ്ട്. RSSലേക്ക് വരേണ്ടവരെന്നും RSSലേക്ക് ഇപ്പോൾ RSSലുള്ളവരും ഇനി RSSലേക്ക് വരേണ്ടവരുമാണ് എന്ന് നിങ്ങൾ പറയുമ്പോഴും നിങ്ങൾക്ക് മുന്നിൽ ഈ രാജ്യത്ത് 2 തരം പൗരന്മാരുണ്ട്. പക്ഷേ ഇന്ത്യക്ക് ഒരൊറ്റ പൗരനേ ഉള്ളൂ, ഒരേ തരം പൗരന്മാരേ ഉള്ളൂ. എല്ലാവരും ഈക്വലാണ് ബിഫോർ ലോ. പക്ഷെ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിന് ന്യായീകരിക്കാനും നിങ്ങളുടെ ഇഷ്ടത്തിന് ഡിഫൈൻ ചെയ്യാനും 2 തരം പൗരന്മാരുണ്ട്. മാധു, ഈ രാജ്യത്തിലെ ജനങ്ങൾ അത്ര വിഡ്ഢികളാണോ? മാധു പറയുന്നത് വിശ്വസിക്കാനും ഞാൻ പറയുന്നത് വിശ്വസിക്കാനും മാത്രമുള്ള വിവേചന അധികാരവും വിവേചന ബുദ്ധിയും ഈ രാജ്യത്തിലെ ജനങ്ങൾക്കുള്ളൂ എന്ന് നമ്മൾ പറയുന്നത് ഒരു കടന്ന കയ്യല്ല. നമ്മൾ അവരെ അവമാനിക്കുകയല്ലേ? നോക്കൂ, ഈ രാജ്യത്ത് ഇപ്പം എൻ്റെ തൊട്ട് മുമ്പ് പറഞ്ഞ ചില ആളുകൾ നമ്മുടെ ഭരണഘടനയിൽ ക്ലാസ് എടുക്കുകയാണ് ഇവിടെ വന്നിട്ട്. ഞാൻ അടിയന്തരാവസ്ഥയെക്കുറിച്ചൊന്നും പറയുന്നില്ല. നൗഷാദ് അലി, ഈ ഒരു ക്ലാസ് ശിവകുമാറിന് കൊടുത്താൽ പോരെ? നിങ്ങളെ നേതാക്കന്മാർക്ക് ഈ ക്ലാസ്സൊക്കെ ഒന്ന് കൊടുത്ത് പഠിപ്പിച്ചിട്ട് പോരെ മാതൃഭൂമിയുടെ ശ്രോതാക്കളെ പഠിപ്പിക്കുന്നത്? രണ്ടാമത് മാധു നോക്കൂ, ഈ രാജ്യത്ത് എൻ്റെ CPMൻ്റെ പ്രതി പറഞ്ഞു, ഞങ്ങൾ ഈ ജനങ്ങളോട് പറയുകയാണ്. സാർ, ആണ് നമ്മളൊക്കെ ഈ രാജ്യത്തെ ജനങ്ങളോട് ഈ സത്യം തുറന്നു പറയുകയായിരുന്നു. ഞങ്ങളുടെ ഗുണങ്ങൾ ഞങ്ങൾ പറഞ്ഞപ്പോൾ ഞങ്ങളുടെ ദോഷങ്ങൾ നിങ്ങൾ തുറന്നു പറഞ്ഞു. ഓർക്കുന്നുണ്ടോ? ചെങ്കോട്ടയിൽ ചെങ്കൊടി മാറ്റാൻ പോയ ഇന്ത്യ രാജ്യത്തെ ആദ്യത്തെ പ്രതിപക്ഷ നേതാവിന് നേതൃത്വം കൊടുത്ത പാർട്ടി 26 കൊല്ലം ബംഗാളും 36 കൊല്ലം ബംഗാളും 24 കൊല്ലം ത്രിപുരയും ഭരിച്ച പാർട്ടി, കേരളത്തിൽ ഒറ്റയ്ക്ക് അധികാരത്തിൽ വന്ന പാർട്ടി. നിങ്ങൾ എവിടെ കിടക്കുന്നു മിസ്റ്റർ CPM പ്രതിനിധി? BJPയെക്കുറിച്ച് നിങ്ങളെല്ലാം ഈ കേരളത്തിലെ മാധ്യമങ്ങൾ, ഇന്ത്യ രാജ്യത്തുള്ള രാഷ്ട്രീയ പാർട്ടികളെല്ലാം നിങ്ങൾക്ക് കഴിയാവുന്ന തരത്തിലൊക്കെ പ്രചരിപ്പിച്ചില്ലേ ഈ വസ്തുതകൾ? അവസാനം നമ്മൾ വിശ്വസിക്കുന്നത് മാധു ജനാധിപത്യത്തിലല്ലേ? ഇവർ ജനങ്ങളുടെ മുമ്പാകെ തുറന്നു പറഞ്ഞു, അവർ എഡ്യൂക്കേറ്റ് ചെയ്തു. ചില്ലറക്കാരൊന്നുമല്ല. 2 സീറ്റ് മാത്രമുള്ള പാർട്ടി, ഒറ്റയ്ക്ക് ശക്തിയില്ലാത്ത പാർട്ടി. ഈ പാർട്ടിയെ ചർവണം നടത്തി നിങ്ങളൊക്കെ. ഒരു പുത്രപ്രസ്താവന പോലും നടത്താത്ത RSSനെ അധിക്ഷേപിക്കാത്ത മാധ്യമ ചർച്ച കേരളത്തിൽ നടക്കാറുണ്ടോ? ഇന്ത്യ രാജ്യത്ത് ഏതെങ്കിലും രാഷ്ട്രീയ നേതാവ് RSSനെ പൊലഭ്യം പറയാത്ത ഒരു പ്രസംഗം നിങ്ങൾക്ക് കേൾക്കാറുണ്ടോ? എന്നിട്ട് എവിടെ എത്തി? ഈ രാജ്യത്തെ കോടാനുകോടി ജനങ്ങൾ, മാധവൻ അറിയുമോ? 26 കോടി സ്വയം സേവകർ, 3000 വിദ്യാലയങ്ങൾ, 60 ലക്ഷം വിദ്യാർത്ഥികൾ, 3 ലക്ഷം അധ്യാപകർ, 90 ലക്ഷം തൊഴിലാളികൾ, 50 ലക്ഷം ABVPക്കാർ, 1 ലക്ഷം പൂർവ്വ സൈനികർ തുടങ്ങി 240 MLA MP മാർ, 1676 MLA മാർ, രാഷ്ട്രപതി ഉപരാഷ്ട്രപതി പദവികൾ വേറെ. ഇവരൊക്കെ തെരഞ്ഞെടുത്ത ജനങ്ങൾ മാധു വിഡ്ഢികളാണോ? അവർക്ക് ജനാധിപത്യ ബോധമില്ലെന്നും കോൺഗ്രസിനെ ജയിപ്പിച്ചെടുത്തത് അവർ ഇവിടത്തേക്ക് ഇവരൊക്കെ RSSകാരാണോ? RSSന്റെ രാഷ്ട്രീയ ബാനറിലാണോ ഇവരൊക്കെ മത്സരിച്ചത്? പ്രധാനമന്ത്രിയും രാഷ്ട്രപതിയും ഒക്കെ അല്ല, അതാണ് RSS
മത്സരിക്കുന്ന പാർട്ടിയല്ല എന്ന് പോലും മാധുവിന് അറിയില്ല. അല്ലല്ല, എനിക്കറിയാം, പക്ഷെ അങ്ങ് മറന്നുപോയോ എന്ന് ഞാൻ ചോദിച്ചതാണ്. എനിക്കറിയാം, പക്ഷെ അങ്ങ് മറന്നുപോയെന്ന് ചോദിച്ചാണ്. സ്വയം അല്ല, RSSന്റെ സ്വയം സേവകരോടൊപ്പം രാജ്യത്തിന്റെ രാഷ്ട്രപതിയെ അങ്ങ് കൂട്ടിച്ചേർത്ത് പറഞ്ഞപ്പോൾ ഞാൻ ഇനി ഇത്തിരി അറിവില്ലാത്തവളായി പോയെങ്കിലും അങ്ങനെ അങ്ങ് ചാപ്പയടിച്ച് കിട്ടിയാലും ഇരിക്കട്ടെ എന്ന് വിചാരിച്ച് ചോദിച്ചാ മാഷേ, ആണോ എന്ന്. അല്ല മാധു, എനിക്ക് മനസ്സിലാവാത്തത് ഞാൻ പറയുന്നത് കോൺഗ്രസ്സുകാരനെ പ്രതിനിധിയോ CPM പ്രതിനിധിക്കോ പൊള്ളുന്ന് എനിക്ക് മനസ്സിലാക്കും. മാധു നിഷ്പക്ഷ ആങ്കർ അല്ലേ? അല്ല, ഞാനൊരു ചോദ്യം ചോദിച്ചപ്പോ അങ്ങേക്ക് എന്തിനാണ് പൊള്ളിയത്? ഞാൻ എന്തെങ്കിലും കുറ്റം പറഞ്ഞോ? ഞാൻ അങ്ങ് പറഞ്ഞ പോലെ എന്തെങ്കിലും അവമതിപ്പ് നടത്തിയോ? ഞാനൊരു ചോദ്യം ചോദിച്ചല്ലേ ഉള്ളൂ. അങ്ങ് സ്വയം സേവകരുടെ കൂടെ ഇന്ത്യ രാജ്യത്തിന്റെ രാഷ്ട്രപതിയെ ഒരേ വരിയിൽ പറഞ്ഞപ്പോ ഞാനൊരു ചോദ്യം ചോദിച്ചല്ലേ ഉള്ളൂ. എനിക്കറിയാം, പക്ഷേ അങ്ങ് മറന്നുപോയോ എന്ന സംശയത്തിന്റെ പേരിൽ ഞാനൊന്ന് ചോദിച്ചെന്നേ ഉള്ളൂ. അതിന്റെ പേരിൽ അറിവില്ലാത്തവളാകാൻ ഞാൻ തയ്യാറാണ്. ഞാൻ ചോദിച്ചു എന്നേ ഉള്ളൂ. മാധുവിന് ഇതൊക്കെ അറിയാം. മാധുവിന് കൃത്യമായിട്ട് ഇതൊക്കെ അറിയാം. പക്ഷേ മാധുവിന് അത് പറയാൻ ഇങ്ങനെ പറയേണ്ടി വരുന്നത് മാധുവിന്റെ ആ ഇരിക്കുന്ന കസേരയുടെ പ്രത്യേകതയോ നിങ്ങളെ ഏൽപ്പിച്ച ദൗത്യമാവാം. എനിക്ക് വിഷയം ചർച്ചയ്ക്കെടുക്കാൻ കഴിയുന്നു, അങ്ങയോട് ചോദിക്കാനും കഴിയുന്നതാണ് ഈ കസേരയുടെ മഹത്വം. അതെ ഞാൻ പറഞ്ഞേ, ഞാൻ താങ്കോട് ഇത്രയേ ചോദിച്ചിട്ടുള്ളൂ. ഇവരെ ഈ പറയുമ്പോൾ ഈ RSSനെ തെരഞ്ഞെടുത്ത അല്ലെങ്കിൽ ഈ BJPയെ തെരഞ്ഞെടുത്ത ഇന്ത്യ രാജ്യ ജനങ്ങൾ മണ്ടന്മാരാണോ? ഇവർ കോൺഗ്രസിനെ തെരഞ്ഞെടുപ്പാർ ബുദ്ധിയുള്ളവരും ഇവരെയൊക്കെ കാലത്തിന്റെ ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിയുമ്പോഴും നമ്മൾ ഒരു കാര്യം സമ്മതിക്കേണ്ട മാധു, ജനാധിപത്യത്തിന്റെ കരുത്ത് എന്ന് പറയുന്ന തെരഞ്ഞെടുപ്പിനുള്ള സ്വാതന്ത്ര്യമല്ലേ? അത് മികച്ചതാണെങ്കിൽ ജനം സ്വീകരിക്കുന്നേ. ഈ BJPയും ഈ RSSും ഒക്കെ പൊട്ടയും ജനവിരുദ്ധവും ജനങ്ങൾക്ക് ദ്രോഹവും ചെയ്യുന്നതാണെങ്കിൽ ജനം തന്നെ അവരെ കാലത്തിന്റെ ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിയും. അടിയന്തരാവസ്ഥയിൽ പാഠം പഠിപ്പിച്ച ജനാധിപത്യം ഇന്ത്യ രാജ്യത്ത് നിലവിലുണ്ടായിരുന്നില്ലേ മാധു? CPMന്റെ മൃഗീയമായ ബംഗാളും ത്രിപുരയും അവർക്ക് വേദന അനുഭവിച്ചപ്പോഴും ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിഞ്ഞില്ലേ? ഒറ്റയ്ക്ക് അധികാരം കൊടുത്ത കേരളത്തിൽ ഇപ്പൊ പറയുന്ന ചില ആളുകൾ മാത്രമല്ല, CPM RSS സിലബസ് ആക്കി പാർട്ടി ക്ലാസ്സിൽ പഠിപ്പിക്കുന്നു. ഞങ്ങൾ വളരുന്നു, ഞങ്ങൾക്ക് അഭിമാനം തോന്നുന്നു മാധു. CPMന്റെ ഇവിടെ വന്ന പ്രതിനിധി RSSനെ കുറിച്ച് പഠിച്ചു തുടങ്ങിയിട്ടേ ഉള്ളൂ. അല്ലെ, അങ്ങ് പറഞ്ഞ ചരിത്രങ്ങൾക്കെല്ലാം പതിറ്റാണ്ടുകൾ നിലനിന്ന ചരിത്രം കൂടിയുണ്ട്. അത്തരം നിലനിൽപ്പുകൾ എല്ലാ കാലത്തും ഉണ്ടാകുമോ? ജനം എല്ലാത്തിനോടും ഒരേ സമീപനം, ഏത് സ്വേച്ഛാധിപത്യത്തോടും ഒരേ സമീപനം സ്വീകരിക്കുമോ എന്നുള്ളതൊക്കെ ചരിത്രം എഴുതി ചേർക്കട്ടെ. ശ്രീ KP നൗഷാദ് അലി, ഇപ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ മുൻ സ്റ്റേറ്റ് വൈസ് പ്രസിഡന്റ് NS നുസൂറിന്റെ ഒരു പോസ്റ്റ് K സുരേന്ദ്രൻ പങ്കുവെച്ചു കണ്ടു. സ്വാഭാവികമാണ്, അസാധാരണമാണ്. സതീശന്റെ കോൺഗ്രസ് അല്ലാത്ത ചിലരെങ്കിലും ഉണ്ടല്ലോ എന്ന സമാശ്വാസത്തോടു കൂടിയാണ് അദ്ദേഹം ആ പോസ്റ്റ് പങ്കുവച്ചിരിക്കുന്നത്. എത്ര മനോഹരമായാണ് ആ കുഞ്ഞുങ്ങൾ ആ പാട്ട് പാടുന്നത് എന്നതടക്കമുള്ള ചോദ്യവുമായിട്ടാണ് NS നുസൂറിന്റെ പോസ്റ്റ്. ഈ സതീശനായി പ്രത്യേക കോൺഗ്രസ് ഉണ്ടോ, അതോ കോൺഗ്രസിലുള്ളവർക്കൊക്കെ ഏകാഭിപ്രായമുണ്ടോ? മാധു, ഇവിടെ ഞാൻ വീണ്ടും നിങ്ങളോട് ആവർത്തിച്ച് പറയുന്നത്, ഈ ഗാനം ആരെങ്കിലും പാടുന്നതിനോടോ അതെവിടെയെങ്കിലുമൊക്കെ അവർ ആലപിച്ച് അവരുടെ സംഘടന രീതികളൊക്കെ അവലംബിക്കുന്നതിനോടോ നമുക്ക് എന്ത് എതിർപ്പാണ് ഉള്ളത്? പക്ഷേ ഇതിൻ്റെ എതിർപ്പ് വരുന്നത് പൊതുപരിപാടിയിൽ, സർക്കാർ പരിപാടിയിൽ, പൊതുനിഷ്പക്ഷത പാലിക്കേണ്ട പരിപാടിയിൽ യാതൊരുവിധ പക്ഷപാതിത്വവും കാട്ടാതെ നടത്തണമെന്ന് ഭരണഘടന നിഷ്കർഷിക്കുന്ന ഒരു പരിപാടിയിൽ ഇത്തരം പാട്ടുകളുമായിട്ട് ആളുകൾ രംഗപ്രവേശം ചെയ്യുന്നതിനോടാണ് നമുക്ക് എതിർപ്പ്. അപ്പോൾ ആ ഒരു എതിർപ്പും ആ ഒരു നിയമപരമായ പ്രശ്നവും പറയുമ്പോൾ ഈ പാട്ടിൽ വല്ല രാജ്യവിരുദ്ധതയുണ്ടോ, ഇത് ദേശദ്രോഹമുണ്ടോ, ഈ പാട്ട് രാജ്യസ്നേഹം തുളുമ്പുന്നതല്ലേ എന്നൊക്കെ ചോദിക്കുന്നതിൽ അർത്ഥമില്ല. ഈ പാട്ടിൻ്റെ രാജ്യസ്നേഹവും രാജ്യവിരുദ്ധതയൊക്കെ നമുക്ക് വേറൊരു ദിവസം ഒരു ചർച്ച വെച്ചാൽ നമുക്ക് അതിൽ പങ്കെടുക്കാം. ഇവിടെ അതൊന്നും അല്ല പ്രശ്നം. ഇവിടെ പൊതുപരിപാടികളെ ഇത്തരത്തിൽ മതത്തിൻ്റെ ഒരു പ്രത്യയശാസ്ത്രത്തിൻ്റെയൊക്കെ പ്രചാരണ വേദികളാക്കി ദുരുപയോഗം ചെയ്യുന്നതിനുള്ള അഭിപ്രായ ഭിന്നതയാണ് നമ്മൾ ഈ ആവർത്തിച്ച് പറയുന്നത്. അതിൽ നിയമവിരുദ്ധതയുണ്ട്, ഭരണഘടനാ വിരുദ്ധതയുണ്ട്. ഇപ്പോൾ ഇവിടെ ജയചന്ദ്രൻ മാഷ് ഇങ്ങനെയൊക്കെ വാചാലാവുന്നുണ്ടല്ലോ. ഞാൻ ആ മാഷോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്, ഇപ്പോൾ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഇവിടെ കൊല്ലത്തെ കടക്കൽ ശിവക്ഷേത്രത്തിൽ ഒരു ഗാനമേള പരിപാടി നടന്നു. അലോഷി എന്ന ഗായകൻ അവിടെ ഒരു വിപ്ലവ ഗാനം ആലപിച്ചു. ആ വിപ്ലവ ഗാനത്തിനെതിരെ വലിയ തോതിൽ കുതൂഹലമുണ്ടാക്കിയ പാർട്ടിയായിരുന്നു BJP. ഞങ്ങളും അതിനെ എതിർത്തിട്ടുണ്ട്. കാരണം അവിടെ പാടേണ്ട ഗാനമല്ലേ രഹസ്യമായ ഒളിച്ചുകടത്തലുകളിലൂടെ അതിനെ ദുരുപയോഗം ചെയ്യരുത്. അതാണ് നമ്മുടെ പോയിന്റ്. അല്ലാതെ
അലോഷി വേറെ എവിടെയെങ്കിലും ആ പാട്ട് പാടുന്നതിനോട് നമുക്ക് എന്തെങ്കിലും കോടതിയാണ് എതിർപ്പുണ്ടോ? നടപടിയെടുത്തത്. ഇത്തരത്തിലുള്ള ഔചിത്യക്കുറവിനെ, ഇത്തരത്തിലുള്ള ദുരുപയോഗങ്ങളെയാണ് നമ്മൾ എതിർക്കുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള നിയമവിരുദ്ധതയാണ് നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. അത് നിർഭാഗ്യകരമായ ഒന്നാണ്. ഇവർക്ക് നിയമവും ഭരണഘടനയൊക്കെ അറിയാതെ പോകുന്നത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പക്ഷേ ഈ വേലി തന്നെ ഇത്തരത്തിൽ വിളവ് തിന്നുമ്പോൾ തീർച്ചയായിട്ടും അതിനെതിരെ പൊതുസമൂഹം മുഴുവൻ രംഗത്ത് വരേണ്ടതുണ്ട്. നാളെ ഒരു സർക്കാർ പരിപാടിയിൽ കോൺഗ്രസുമായി ബന്ധപ്പെട്ട ഗീതികളും പാട്ടുകളും പിന്നെ നേതാക്കളുടെ ഇല്ലാത്ത കാര്യങ്ങളും ഒക്കെ കടത്തിവിടുമ്പോൾ അതൊരു പ്രശ്നമാണ്. അപ്പൊ അത്തരത്തിൽ അല്ലെങ്കിൽ CPM കേരള സംസ്ഥാന സർക്കാർ നടത്തുന്ന പരിപാടിയെ ചുവപ്പുമയമാക്കാൻ ശ്രമിച്ചാൽ അതിനെ നമ്മൾ എതിർക്കും. അത് കേന്ദ്ര ഗവൺമെന്റ് അതിനെ സംഘിവൽക്കരിക്കാൻ ശ്രമിച്ചാലും എതിർക്കും. അത് എല്ലാവരും എതിർക്കേണ്ടതാണ്. ശരി, ശ്രീ കെ പി നൗഷാദ്, ഇപ്പൊ അങ്ങ് പറഞ്ഞു ഇത് ഒരു ഔദ്യോഗിക പരിപാടിയുടെ ഭാഗമാകുമ്പോഴാണ് അതിൽ എതിർപ്പ് വരുന്നത് എന്നുള്ളത്. ഇത് ഔദ്യോഗിക പരിപാടിയുടെ ഭാഗമാവുകയും അതിന്റെ പേരിൽ കോൺഗ്രസും CPM-ഉം നിശ്ചിതമായ വിമർശനം ഉന്നയിക്കുകയും ചെയ്യുന്നതിനിടയിൽ തന്നെയാണ് ഈ ദൃശ്യങ്ങൾ പങ്കുവെച്ചുകൊണ്ട് കോൺഗ്രസിന്റെ ഒരു പ്രധാനപ്പെട്ട നേതാവ് NS നുസൂർ ഈ പോസ്റ്റ് ഇടുന്നത്. ആ വരികൾ അങ്ങും കേട്ടതായിരിക്കുമല്ലോ. ഈ എത്ര മനോഹരമായാണ് കുട്ടികൾ ഈ ഗാനം പാടിയത്. ഒരിക്കലും ഒരു വിവാദ ഗാനമല്ല, ഒരിക്കലും ഇതൊരു വിവാദ ഗാനമല്ല. വർഷങ്ങൾക്ക് മുമ്പ് ഞാനും ഭാരത് സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സിൽ ക്യാമ്പുകളിൽ ഈ ഗാനം പാടിയിട്ടുണ്ട്. ഇന്നും അത് തുടർന്ന് വരുന്നുമുണ്ട്. അപ്പോൾ അത് കെ സുരേന്ദ്രൻ പങ്കുവെക്കുകയുമാണ്. അത് മറ്റു കോൺഗ്രസ്സുകാരല്ല പങ്കുവെക്കുന്നത്, അത് കെ സുരേന്ദ്രൻ പങ്കുവെക്കുകയാണ്. മനോഹരമായ പോസ്റ്റ് ആയതുകൊണ്ടാണോ പങ്കുവെക്കുന്നത്? അല്ല, അവരുടെ രാഷ്ട്രീയം ആവർത്തിച്ചു പറഞ്ഞതുകൊണ്ടാണ് അത് പങ്കുവെക്കപ്പെട്ടത്. ഇപ്പോൾ കോൺഗ്രസ് തന്നെ കയ്യിലെടുത്ത് കൊടുക്കുകയാണ്, അത് നിങ്ങൾ വെച്ചോളൂ എന്ന് പറഞ്ഞു. മാധു, ഞാൻ മാധുവിനോടൊരു ഉപമയാണ്, ഒരു ചൊല്ലാണ് എനിക്ക് ഓർമ്മ വരുന്നത്. ഞങ്ങളുടെ പിന്നെ എക്കാലത്തെയും പ്രതാപിയായിരുന്ന ഒരു നേതാവായിരുന്നു പനമ്പള്ളി ഗോവിന്ദമേനോൻ. അദ്ദേഹം പണ്ടൊരിക്കൽ പറഞ്ഞിട്ടുണ്ട്, ഈ തറവാട് ഭാഗം വെക്കുമ്പോൾ ഈ കിണ്ടിയും കൊളാമ്പിയും ഒക്കെ ആര് ശ്രദ്ധിക്കുന്നു എന്നുള്ളത്. അതുപോലെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ നിലപാട് KC വേണുഗോപാലും VD സതീശനൊക്കെ കഴിഞ്ഞ ദിവസങ്ങൾ തൊട്ട് തന്നെ പറയുന്നുണ്ട്. നിങ്ങൾ ആരെങ്കിലും ഒക്കെ ഇത്തരത്തിൽ വല്ല വിവരക്കേടും പറഞ്ഞതിനെ സാമാന്യവൽക്കരിച്ചുകൊണ്ട് ചോദ്യം ചോദിച്ചാൽ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കൊരു മറുപടി പറയാൻ താല്പര്യമില്ല. ആധികാരികമായി കോൺഗ്രസ് ഒരു നിലപാട് പറഞ്ഞിട്ടുണ്ട്, അവിടെ അത് അവസാനിച്ചു. പിന്നെ വല്ലവരും വല്ലതും പറഞ്ഞാൽ അവർക്ക് അവരുടെ വഴി പോകാമെന്നല്ലാതെ അത് കോൺഗ്രസിന്റെ നിലപാടല്ല എന്ന് അസന്നിഗ്ധമായിട്ട് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കോൺഗ്രസിന് കിണ്ടിയും ഒരു വലിയ കാര്യമല്ലായിരിക്കും. ഇപ്പോഴും അങ്ങനെയാണോ എന്നുള്ളത് ചിന്തിക്കുക. പ്രോട്ടോകോൾ വിരുദ്ധതയുമാണ്. ശരി ശരി ശ്രീ ശിവപ്രസാദ്, അതിനിടയിൽ ചോദിക്കേണ്ടുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ രാഷ്ട്രീയ ഒളിച്ചുകടത്തൽ, മുഖ്യമന്ത്രി പറഞ്ഞത് തീവ്ര ഹിന്ദുത്വ രാഷ്ട്രീയത്തിന്റെ ഒളിച്ചുകടത്തലാണ് കണ്ടത് എന്നുള്ളതാണ്. അത്തരത്തിൽ ചില വിശേഷണങ്ങളോടുകൂടി തന്നെയാണ് PM ശ്രീയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലും പ്രതികരണം ഉണ്ടായത്. അതിലിപ്പോഴും ആ കത്തൊന്നും ഹാൻഡ് ഓവർ ചെയ്തിട്ടില്ല. അല്ല, ഇതിനകത്ത് ഞാൻ കഴിഞ്ഞ റൗണ്ട് ചർച്ചയിൽ ബോധപൂർവമാണ് കോൺഗ്രസ് പ്രതിനിധി പറഞ്ഞതിനോട് ഞാൻ പ്രതികരിക്കാതിരുന്നത്. കാരണം ചർച്ചയുടെ ഒരു വഴി ഗതിതിരിച്ചു വിടണ്ട എന്ന് പൂർണ്ണമായി വിശ്വസിച്ചുകൊണ്ടാണ് ഞാൻ ചർച്ച നടത്തുന്നത്. പക്ഷേ ഒരു കാര്യം ഈ ചർച്ചയിൽ പറയാതിരിക്കാൻ നിർവാഹമില്ല. ഇവിടെ UDF-ന്റെ ഭാഗമായുള്ള KP നൗഷാദ് അലിയുടെ പ്രതികരണം കേട്ടാൽ എന്താണ് ഈ രാജ്യത്ത് കോൺഗ്രസ് RSSന്റെ രാഷ്ട്രീയത്തിനെതിരായി തീർക്കുന്ന പ്രത്യയശാസ്ത്രപരമായ പ്രതിരോധമെന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെടുകയാണ്. ഒരു പ്രതിരോധവും നിർഭാഗ്യവശാൽ ഇന്ത്യയിൽ കോൺഗ്രസിന് RSSന്റെ പ്രത്യയശാസ്ത്രത്തോടില്ല എന്ന് തെളിയിക്കുന്നതാണ് കോൺഗ്രസ് പ്രതിനിധിയുടെ പ്രസ്താവന. അദ്ദേഹം വളരെ നിർദോഷകരമായി പറയുകയാണ്, പൊതുപരിപാടിയിൽ പാടിയതേ ഉള്ളൂ ഞങ്ങളുടെ പ്രശ്നം, അല്ലാതെ RSSകാർ ഇത് അവിടെ ഇവിടെയും കുട്ടികളെ പഠിപ്പിച്ചത്. പക്ഷേ ഞങ്ങളുടെ അഭിപ്രായം അതല്ല. RSS കുട്ടികളെ കൊണ്ട് തെറ്റായ ചരിത്രം പഠിപ്പിക്കുന്നു. RSS കുട്ടികളെ കൊണ്ട് ദേശഭക്തി ഗാനം എന്ന പേരിൽ RSSന്റെ ഗണഗീതം പഠിപ്പിക്കുന്നു. ഇങ്ങനെ പഠിപ്പിക്കുന്നത് ചരിത്രത്തെ വളച്ചൊടിക്കാനാണ്. ഇതെങ്ങനെയാണ് കോൺഗ്രസ് നിസ്സാരവൽക്കരിക്കാൻ കഴിയുന്നത്? കോൺഗ്രസിന് നിലവിലെ ഇന്ത്യൻ സാഹചര്യത്തിൽ നിസ്സാരവൽക്കരിക്കാൻ കഴിയും. ഇപ്പം കിണ്ടിയുടെയും മൊന്തയുടെയും കണക്കാണ് പറഞ്ഞത്. കിണ്ടിയുടെയും മൊന്തയുടെയും പ്രശ്നമല്ല, നിങ്ങളുടെ അടിയാധാരം RSS അടിച്ചുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ അടിയാധാരം RSSന് പണയം വെച്ചിരിക്കുന്നു. രാഹുൽ ഗാന്ധി പറയുന്ന നിലപാട് അല്ല പല കാര്യങ്ങളും കോൺഗ്രസ്. കഴിഞ്ഞ ദിവസമാണ് രാഹുൽ ഗാന്ധി രാജ്യത്ത് ഓർച്ചോരി എന്ന് പറഞ്ഞ വലിയ വിഷയം എടുത്തുയർത്തിയത്. നിങ്ങളുടെ അപ്പോസ്തലനായ പിണറായി വിജയൻ മാത്രമാണ് ഇന്നേ വരെ ആ വിഷയത്തിൽ പ്രതികരിക്കാത്ത ഇന്ത്യ രാജ്യത്തെ ഏക BJP ഇതര മുഖ്യമന്ത്രി. ഞങ്ങൾക്ക് RSSനോടും അവരുടെ ഗീതങ്ങളോടൊക്കെ എതിർപ്പുണ്ട്, പക്ഷെ അവർക്ക് പാടാനുള്ള അവകാശമുണ്ട് എന്ന് ഞങ്ങൾക്ക് വിശ്വാസവുമുണ്ട്. കാരണം അവർക്ക് അവരുടെ വേദിയിൽ പാടാലോ, അത് അവരുടെ സ്വാതന്ത്ര്യം. അതിനെയൊക്കെ ഭക്തി ഇങ്ങനെയൊക്കെ പറഞ്ഞ്
ഈ സ്വയം തേഞ്ഞു ആർജവത്തിന്റെ പോകാതെ. 10-1 നിവർന്നു നിന്ന് RSSനെതിരെ പറയാൻ കാണിക്കണം മിസ്റ്റർ. അവരുടെ ഈ ഗീതം പാടാൻ ആർജവത്തിന്റെ അവരുടെ 10-1 വേദിയിൽ നിവർന്നു അവകാശമുണ്ട് നിന്ന് എന്ന് RSS പറയുന്നത് പറയാൻ കാണിക്കണം മിസ്റ്റർ. അത് ഈ രാജ്യത്തിന്റെ അങ്ങനെ ജനാധിപത്യവും ഈ രാജ്യത്തിന്റെ RSSനെതിരെ, ഭരണഘടനയും ആനുപാതികമായിട്ടുള്ള സംസാരമാണ്, വീക്ഷണമാണ്. അല്ലാതെ അത് പൊതുവേദിയിലേക്ക് കൊണ്ടുവരരുത് എന്നാണ് നമ്മൾ പറയുന്നത്. ശരി, ശരി, ശരി. അതുപോലെ CPM-ന്റെ ശരി, ഞാൻ ഇടപെടുകയാണ്. എന്റെ സമയം പൂർണ്ണമായും പൂർത്തിയാവുകയാണ്. ഞാൻ ഇടപെടുകയാണ്. വന്ദേ ഭാരതിന്റെ ഉദ്ഘാടനം, എറണാകുളം ബംഗളൂരു വന്ദേ ഭാരതിന്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് അവിടെ ക്ഷണിച്ചു വരുത്തിയ കുട്ടികൾ ഗണഗീതം ആലപിക്കുന്നു. ഗണഗീതം ആലപിച്ച ദൃശ്യങ്ങൾ സദേൺ റെയിൽവേ പങ്കുവെക്കുന്നു, പിന്നീട് അത് പിൻവലിക്കുന്നു, വീണ്ടും അത് പങ്കുവെക്കുന്നു. അതിനെ തുടർന്നുണ്ടായ വിവാദങ്ങളാണ്. സ്കൂൾ സോങ് ആണ് എന്ന് പറഞ്ഞാണ് സദേൺ റെയിൽവേ അത് പങ്കുവെച്ചത്. പക്ഷേ അത് സ്കൂൾ സോങ് അല്ല എന്ന സ്കൂളിന്റെ പ്രിൻസിപ്പൽ തന്നെ ആധികാരികമായി മാതൃഭൂമി ന്യൂസിന്റെ സൂപ്പർ പ്രൈം ടൈമിൽ പറഞ്ഞിരിക്കുന്നു. പിന്നെ എങ്ങനെയാണ് അത് സ്കൂൾ സോങ് ആയത് റെയിൽവേ സംബന്ധിച്ചിടത്തോളം, അതും പിന്നീട് പോസ്റ്റ് ചെയ്യുമ്പോൾ അടക്കം എന്നുള്ളത് സംശയാസ്പദമായ കാര്യമാണ്. അതിൽ ഇനി ഒരു വിശദീകരണം ഒന്നും ലഭിക്കും എന്ന് വിചാരിക്കുന്നുമില്ല. വളരെയധികം നന്ദി പാനലിസ്റ്റുകൾക്കും പ്രേക്ഷകർക്കും.